വളരെ പ്രസക്തവും കാലഘട്ടത്തിൻ്റെ ആവശ്യവുമായ ദൈവജനത്തിൻ്റെ ഐക്യതയ്ക്കും ഒരുമയ്ക്കും അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സിനഡ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ദൈവം സഫലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോട് തന്നെ ബന്ധപ്പെട്ടുള്ള ചില വസ്തുതകൾ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഉൾക്കൊള്ളിച്ച് പറയാം എന്ന് ഞാൻ കരുതുന്നു. സമയപരിധി നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വചനം വായിച്ച് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വിശദീകരണത്തിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ വളരെ പരിചിതമാണ്. അത് വായിച്ചു കേൾക്കാം. യേശു അടുത്തിയെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. മതി. പെന്തക്കോസ്ത് സഭകൾ ആഗോള വ്യാപകമായി ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രോയിങ് കമ്മ്യൂണിറ്റി പെന്തക്കോസ്ത് സഭകളാണ്. അതിൻ്റെ പ്രായം ഏതാണ്ട് 1 നൂറ്റാണ്ടാണ്. 1 നൂറ്റാണ്ട് പിന്നിടുന്നു. അതിനർത്ഥം അതിനു മുമ്പ് പെന്തക്കോസ്ത് സഭകളില്ല എന്നല്ലേ എന്ന് ചോദിച്ചാൽ ഒരു തിരുത്തുമുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് വിവക്ഷിക്കുന്ന അപ്പോസ്തോല നടപടികളിൽ പ്രതിപാദിക്കുന്ന സഭാ സംവിധാനത്തിൻ്റെ രൂപിമ വ്യവസ്ഥയോടും ഉപദേശങ്ങളോടും പഠിപ്പിക്കലുകളോടും ആഗോള ക്രൈസ്തവ സഭ പൊരുത്തപ്പെടുന്നില്ല എന്ന കണ്ടെത്തലിൽ ആ പഠിപ്പിക്കലിലേക്കും ആത്മാനുഭവങ്ങളിലേക്കും മടങ്ങിപ്പോകണം എന്ന ദൃഢനിശ്ചയം കൊണ്ട് ക്രൈസ്തവ സഭയ്ക്കകത്തു നിന്ന് തന്നെ അതിൻ്റെ പൂർവികതയിലേക്ക് മടങ്ങിയ ഒരു സമൂഹത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത്. ആ അർത്ഥത്തിൽ ഈ പെന്തക്കോസ്ത് ഉപദേശങ്ങൾക്കും പഠിപ്പിക്കലുകൾക്കും 2000 ആണ്ടുകളുടെ കാലദൈർഘ്യമുണ്ട്. ഒരു സംഘടന സംവിധാനം എന്ന നിലയിൽ, ഒരു റിഫർമേഷൻ മൂവ്മെൻ്റ് എന്ന നിലയിൽ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ അതിന് ഔദ്യോഗികമായ രൂപവൽക്കരണം സംഭവിച്ചിട്ട് 1 നൂറ്റാണ്ട് പിന്നിടുന്നു. നമ്പർ 312 അസൂസ തെരുവ്, കാലിഫോർണിയ. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലുള്ള മുക്തി മിഷൻ, പൂന. നമ്മുടെ നാട്ടിലെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുള്ള ജോൺ ക്രിസ്റ്റ്യൻ അരുളപ്പൻ്റെ പ്രാർത്ഥനാലയം, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ ഏതാണ്ട് 1 നൂറ്റാണ്ടിനപ്പുറത്ത് ദൈവമനുഷ്യരുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി ഒരു സമൂഹം എന്ന നിലയിൽ ഈ വിശ്വാസധാര രൂപപ്പെട്ടു. സർക്കാരുകളോ ഭരണകൂടമോ സന്നദ്ധ സംഘടനകളോ ഒന്നും അതിനെ പിന്തുണച്ചില്ല. ഞങ്ങളുടെ സഹോദര സഭകളായി സമൂഹത്തിൽ അറിയപ്പെടുന്ന മുഖ്യധാരാ സഭകളും അതിനെ ഉൾക്കൊണ്ടില്ല. അങ്ങനെ മാത്രമല്ല, ലോകത്തിലെ ഇതര മതസമൂഹങ്ങളോ രാഷ്ട്രീയ സംഹിതകളോ ഒന്നും അതിനോട് പൊരുത്തപ്പെട്ടുമില്ല. ചെയ്യാവുന്ന തരത്തിലൊക്കെ അതിൻ്റെ വളർച്ചയുടെ, അതിൻ്റെ മുന്നേറ്റങ്ങളുടെ വഴികളിൽ തടസ്സം സൃഷ്ടിക്കുകയോ വിമർശനാത്മകമായി മാത്രം കാണുകയോ മുൻവിധിയോടെ ശ്രദ്ധിക്കുകയോ ചെയ്ത
സ്ഥിതിവിശേഷമുണ്ടായി. ഒരു 30 വർഷം മുമ്പ് പെന്തക്കോസ്തുകാർ എന്നറിയപ്പെട്ടാൽ അവരെ വിവാഹ വീടുകളിൽ ക്ഷണിക്കാത്ത സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ആരാണ് ക്ഷണിക്കാതിരുന്നെന്നറിയണ്ടേ? നാം പുറപ്പെട്ടു പോന്ന നമ്മുടെ പൂർവിക സമൂഹത്തിൽപ്പെട്ട ആളുകൾ, അന്ന് നിലനിന്നിരുന്ന ക്രിസ്തീയ സഭകൾ പോലും പെന്തക്കോസ്ത് സഭകളിൽ ഒരാൾ ആ വിശ്വാസം സ്വീകരിച്ചു പോയാൽ ബഹിഷ്കരിക്കുന്ന പതിവുണ്ടായിരുന്നു. വിവാഹ വീടുകളിൽ ക്ഷണിക്കാറില്ല. ബന്ധുക്കളായിരുന്ന ആളുകൾ പോലും പരിഭവത്തോടെ ഏതോ പരാജയം സംഭവിച്ച മനുഷ്യരെ പോലെ ഇവരെ അടുപ്പിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന ഒരു അസ്പർശ്യത മുൻനിർത്തിക്കൊണ്ട് ഇടപെടുന്ന സാഹചര്യം സംജാതമായി. അത് കേരളത്തിൽ മാത്രമായിരുന്നില്ല. ലോകത്തിൻ്റെ പലയിടങ്ങളിലും സാമൂഹ്യ വ്യവസ്ഥയിൽ കൃത്യമായി തന്നെ ഒരു പിന്നോക്കാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഒഴിവാക്കി നിർത്തപ്പെട്ട ഒരു സമൂഹം. ആഭ്യന്തരമായി അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ചില സ്ഥലങ്ങളിലാകട്ടെ ഞങ്ങളെ മതപരിവർത്തന ലോബി എന്ന ഒരു ചാപ്പകുത്തി കൃത്യമായി കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി, ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. അത് ഒറ്റപ്പെട്ടതായിരുന്നില്ല. ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി തന്നെ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ദൈവവൃത്യന്മാരെ പീഡിപ്പിക്കുകയും ജയിലറകളിൽ അടക്കുകയും ചില ഘട്ടങ്ങളിൽ മരണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന നിലവരെ വന്നു എന്ന ഒരു സത്യം ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. ആളുകൾ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ഉഴുതുമറിച്ചു. ആലയത്തിനുള്ളിലേക്ക് പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ആയുധങ്ങളുമായി ഇരമ്പിക്കയറി സ്ത്രീകളും കുട്ടികളും ഈ അരക്ഷിതാവസ്ഥയിൽ അലറിക്കരഞ്ഞു. സുവിശേഷകരെ തെരുവിധിയിലൂടെ അടിച്ച് വലിച്ചിഴച്ച് അവരുടെ മതവിശ്വാസത്തിൻ്റെ സ്ലോഗനുകൾ, മുദ്രാവാക്യങ്ങൾ ഏറ്റുപറയാൻ നിർബന്ധിച്ചു. വിശ്വാസികളുടെ വീടുകൾ സന്ദർശിച്ച് മടങ്ങി വരും വഴിക്ക് മതപരിവർത്തനത്തിന് ശ്രമം നടത്തി എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഭാര്യയും ഭർത്താവും തിരിച്ചു വരുമ്പോൾ അവർക്ക് ഗുരുതരമായ വകുപ്പുകളിൽ കേസുണ്ടാക്കി 2 ആളുകളെയും ജയിലിൽ അടച്ചു. ഇങ്ങനെ 1-2 സംഭവങ്ങളല്ല. ഇന്ത്യ മഹാരാജ്യത്ത് 1500-ലധികം ആളുകൾ ഇത്തരത്തിൽ ജയിലറുകളിലൊക്കെ ഉണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരങ്ങളായ ഈ സമൂഹത്തിലെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, 1500 വേണ്ട, 150 വേണ്ട, ഒരു 15 പേർ ഈ നിലയിൽ കുറ്റം ചുമത്തപ്പെട്ട് ഇതര മതസ്ഥരുടെ മതപ്രചാരകരോ അതിൻ്റെ സൈദ്ധാന്തികരോ പ്രഭാഷകരോ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഇന്ത്യ കത്തൂലേ? ട്രെയിനുകൾക്ക് തീ വെക്കൂലേ? വണ്ടികൾ തീക്കിരയാക്കുകയില്ലേ? നിയമം കയ്യിലെടുത്തുകൊണ്ട് അരക്ഷിതാവസ്ഥ പടർന്നു പിടിക്കില്ലേ? എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ തെരുവീതിയിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഭരണകൂടത്തെ താഴെ ഇറക്കും? അതല്ലെങ്കിൽ ഞങ്ങളുടെ സാമൂഹികമായ ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു വണ്ടി തടയുകയോ കളക്ട്രേറ്റ് പിക്കറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ഒരു അക്രമത്തിന് ആഹ്വാനം നൽകുകയോ തുനിയോ ചെയ്യുന്നില്ല? അത് പഠിക്കണം. അതാണ് ഈ വിശ്വാസത്തിൻ്റെ മഹത്വം. നാളെയും അത് മാറ്റാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഇന്ത്യയിലെ ജയിലുകളിൽ 1500 അല്ല 10,000-കണക്കിന് സുവിശേഷകരെ കൊണ്ടത് നിറഞ്ഞാലും, അവരുടെ ഭക്ഷണം നിഷേധിച്ചാലും, അഗ്നിക്കിരയാക്കിയാലും, ആലയങ്ങൾ ബുൾഡോസർ കൊണ്ട് ഉഴുതുമറിച്ച് തകർത്ത് തരിപ്പണമാക്കിയാലും, ഒരു ക്രൈസ്തവന് യോജിക്കാത്ത പ്രതികരണങ്ങൾക്ക് ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ച
ആശയത്തിന്റെ കൃത്യമായ പന്താവ് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്ത കൃത്യനിഷ്ഠയുടെ പേരാണ് പെന്തക്കോസ്ത്. ആ വിശ്വാസത്തിന്റെ അജയ്യത അവിടെ നിലനിൽക്കുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് 2000 ആണ്ടായി ഞങ്ങൾ മാനവ സമൂഹത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ആ സന്ദേശത്തിന്റെ പുതുമ വറ്റാതെ, അതിന്റെ ഊർജം വറ്റാതെ, അതിന്റെ ശക്തി കുറയാതെ ഞങ്ങൾ എക്കാലഘട്ടത്തിലും മനുഷ്യരാശിയോട് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ആ സന്ദേശത്തിന്റെ വ്യതിരിക്തത ഒരിക്കൽ കൂടി ഇന്നിവിടെ ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഇതാണ് ഗോസ്പൽ അഥവാ സുവിശേഷം. ഇത് പറയൽ ഞങ്ങളുടെ ജോലിയാണ്. അതിന് പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, ലഘുലേഖകളുടെ വിതരണമുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. എൻ്റെ സഹോദരന്മാർ ഇവിടെ നിന്ന് പാടിയല്ലോ, ആ പാട്ടും ഇതൊക്കെ തന്നെയാണ്, ഉള്ളടക്കം അത് തന്നെയാണ്. ആ അർത്ഥത്തിൽ അതും സുവിശേഷ ഘോഷണമാണ്. നിങ്ങളുടെ പക്കൽ ഞങ്ങളൊരു ലഘുലേഖ തരും. ചിലത് വാങ്ങും, വായിക്കും, ചിലത് വേണ്ടെന്ന് പറയും, ചിലത് വലിച്ചു കീറും, ചിലർ തല്ലി ഓടിക്കും. ഞങ്ങളിതൊക്കെ സഹിച്ച് ഇങ്ങനെ എന്തുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ? ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഞങ്ങൾ വളരുന്നു? ഞങ്ങളൊരു കണക്കെടുത്തു ഈ ജില്ലയെ പറ്റി. ഒരു കാലഘട്ടത്തിൽ ഈ ജില്ല ഒരു ഊഷര മരുഭൂമി പോലെ, പ്രകൃതിപരമായിട്ടല്ല, ഇവിടെ വരൾച്ചയൊക്കെയുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വിശ്വാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ആഴമില്ലാത്തൊരു സ്ഥലമായി വ്യാഖ്യാനിക്കപ്പെട്ടു. പാലക്കാട് മട്ടപ്പാടിയും വടക്കാഞ്ചേരിയും പരിസര പ്രദേശങ്ങളുമൊക്കെ സുവിശേഷ വിഹിത സഭകളുടെ ശക്തി എന്തെന്ന് വിലയിരുത്തപ്പെടാതെ പോയൊരു ഘട്ടത്തിൽ നിന്ന് ഇന്ന് താകെ മാറിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ജില്ലയിലെ ഏറ്റവും പ്രബലമായ ക്രിസ്തീയ സമൂഹം അത് പെന്തക്കോസ്ത് സഭകൾ തന്നെയാണ്. അംഗസംഖ്യ കൊണ്ട് മാത്രമല്ല, ലൈവായി ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ തനിമ നിലനിർത്തുന്ന ഒരു സമൂഹം. ആ സമൂഹം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നും IPC എന്നും ഷാരോൺ എന്നും ചർച്ച് ഓഫ് ഗോഡ് എന്നും വ്യത്യസ്തമായ പേരുകളിൽ ആ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നവരേതെങ്കിലും അത്തരത്തിലൊരു ലേബലിൻ്റെ കീഴിലല്ല. മറിച്ച് അതൊക്കെ സാങ്കേതികമായി നിലനിൽക്കുമ്പോൾ തന്നെ, ആ പ്രവർത്തനങ്ങളോട് കൂറ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിണിത ഫലമായി ഒഴുക്കിയ പുണ്യാകരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജൈവപരമായ ഒരു ബന്ധത്തിൻ്റെ ഇഴുകിച്ചേരലാണ് നമ്മുടെ ഐക്യത. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ഞാൻ നിരന്തരം പ്രസംഗിച്ചും ആ സാക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിച്ചും വരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ല, ഞങ്ങൾക്ക് ആരോടും പിണക്കമില്ല, ഒരു മതസ്ഥരോടും ഞങ്ങൾക്ക് വൈരാഗ്യമില്ല, ഒരു മനുഷ്യനോടും വൈരാഗ്യമില്ല. മറ്റൊന്നുകൂടി ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട, ഇന്ത്യ ഒരു ക്രിസ്തീയ രാജ്യമായി മാറണം എന്നൊരു അജണ്ടയും ഞങ്ങൾക്കില്ല. ഇന്ത്യ എന്നല്ല, ലോകത്തിൽ ഒരു രാജ്യവും ക്രിസ്തീയ രാജ്യമാക്കണം എന്നൊരു അജണ്ടയില്ല. കാരണം ഞങ്ങളുടെ നാഥൻ പഠിപ്പിച്ചത് എൻ്റെ രാജ്യം ഐഹികമല്ല, അങ്ങനെയാണ്. ഇതര മതങ്ങളെക്കുറിച്ചും മതഗ്രന്ഥങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ഏകദേശ ധാരണ ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. പക്ഷെ അഭിമാനപുരസരം ഞാനൊന്ന് പറയും. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഏത് പാർട്ടിയുമായിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രസിഡന്റോ അതാരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയെ നിയമിക്കുന്നത് ദൈവമാണെന്ന് എഴുതി വച്ച ഒറ്റ ആത്മീയ ഗ്രന്ഥമേ ലോകത്തുള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. ദാനിയേൽ പ്രവചനം പറയുക, അത്യുന്നതൻ തനിക്കിഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. അങ്ങനെ പറയുക മാത്രമല്ല, ആ രാജാവിനെ ഭയഭക്തി ബഹുമാനങ്ങളോട് ആദരിക്കണം. മറ്റൊന്നുകൂടി പറഞ്ഞു, സ്വസ്ഥതയുള്ള മനസ്സമാധാനമുള്ളൊരു ഭരണം കൊണ്ട്
ഒരു രാജ്യത്തിൻ്റെ വിഭവശേഷിയും അതിൻ്റെ ഗുണങ്ങളും എല്ലാവരിലേക്കും എത്താൻ, എല്ലാ മനുഷ്യരുടെയും സമത്വവും സാഹോദര്യവും ജനാധിപത്യപരമായ ക്രമങ്ങളെയും അവകാശങ്ങളെയും പാലിക്കാൻ ഉചിതമായ തീരുമാനം ഭരണകൂടമെടുക്കണം. അവർ അസ്വസ്ഥരാകാൻ പാടില്ല. അവർക്ക് സ്വസ്ഥത കിട്ടാൻ ഉചിത സമയത്ത് അത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള അറിവ് ഇവർക്ക് ലഭിക്കേണ്ടതിന് ക്രൈസ്തവ സമൂഹത്തോട് ബൈബിൾ പറയുകയാണ്, വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ കക്ഷിയാകാം, നിങ്ങൾക്ക് പിന്തുണ തരാത്ത രാഷ്ട്രീയ സംഹിതയാകാം. അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം, ബഹുമാനിക്കണം, കീഴടങ്ങണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ രേഖയാക്കി വെച്ച ഉജ്ജ്വല ഗ്രന്ഥത്തിന്റെ പേരാ വിശുദ്ധ ബൈബിൾ. ആ ബൈബിൾ കരങ്ങളിൽ എന്ത് ചെയ്യാ? നമുക്ക് പറയാം, നാമത്രേ രാജ്യസ്നേഹികൾ, നാമത്രേ സ്വദേശാഭിമാനികൾ. കാരണം മറ്റൊരു ആധ്യാത്മിക ഗ്രന്ഥത്തിലും ഇത്തരത്തിലൊരു പ്രതിപാദ്യം ഉള്ളതായിട്ട് എനിക്കറിവില്ല. എൻ്റെ കണ്ടെത്തൽ ശരിയല്ലെങ്കിൽ ക്ഷമിക്കുക, തിരുത്തുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുക, ബൈബിൾ എവിടെയാണ് അത് ഉള്ളതെന്ന് ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്തി തരാൻ എനിക്കെന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഏത് ആത്മാഭിമാനമുള്ള ഒരു ദൈവത്തിലും കഴിയത്തക്ക വിധത്തിൽ ആ വചനങ്ങൾ ജനകീയമാണ്, ആ വചനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അനുസരിക്കേണ്ടതില്ലാത്ത ഒരു കാര്യമുണ്ട്. അനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥത ഇല്ലാത്ത ഒരു കാര്യമെന്ത് പറയാം. ഞങ്ങൾ ജനനായകന്മാരെ, ഇതര മതസ്ഥരെ, അതിൻ്റെ ആചാര്യന്മാരെ, സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഒക്കെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒരു കുറവും അക്കാര്യത്തിൽ വരുത്താൻ പാടില്ല. ഞങ്ങൾ രാഷ്ട്രചിഹ്നങ്ങളെ, രാഷ്ട്ര സംവിധാനങ്ങളെ ഒക്കെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, പക്ഷെ ആരാധിക്കില്ല. നിങ്ങൾക്ക് സന്തോഷമില്ല? ആരാധിക്കില്ല. ആരാധനക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. സൂര്യചന്ദ്രാദികളെ, സപ്തസാഗരത്തെ, മനോഹരമായ ഈ പ്രപഞ്ചത്തെ, നക്ഷത്രമണ്ഡലത്തെ, നാം കാണുന്നതും കാണാത്തതുമായ അനന്തവും അജ്ഞാതവും വിശാലവുമായ ഈ പ്രപഞ്ചത്തെ, ഇതിന്റെ സൗന്ദര്യത്തെ കണ്ടുകൊണ്ട് ബൈബിൾ ഒരു കവി പാടുക, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇതെല്ലാം ഭംഗിയുള്ളത്, മനോഹരം. പക്ഷെ ഞങ്ങൾ ഇവയൊന്നും ആരാധിക്കില്ല. ഇവയെ സൃഷ്ടിച്ച ആത്യന്തികനായ, സർവേശ്വരനായ, സകലത്തിന്റെ നിയന്ത്രിതാവായ ആ ആത്യന്തിക ദൈവത്തെ, പരമപ്രധാനിയെ, ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണ ശബ്ദം കൊണ്ട് ഇതിനെല്ലാം ഉളവാക്കിയ ആ ദൈവപിതാവിൻ്റെ മുമ്പിൽ മാത്രമേ ആരാധനയ്ക്കായി മുഴങ്കാൽ മടക്കൂ. ആ നിശ്ചയദാർഢ്യത്തിന് കോംപ്രമൈസ് ഇല്ല. മറിച്ച് ചെയ്യുന്നവരോട് വിരോധവുമില്ല, ആരോടുമില്ല. കാരണം ബൈബിൾ അത് എഴുതിയിട്ടുണ്ട്, നമുക്ക് മനുഷ്യരാരും ശത്രുക്കളല്ലെന്ന്. തിരിച്ച് അവർക്ക് ശത്രുവായി കാണാം, പക്ഷെ നമുക്ക് കാണാൻ പാടില്ലെന്ന് മാത്രമല്ല, നമുക്ക് യുദ്ധമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, അദൃശ്യ ശക്തികളോട്, തിന്മയോട്, ഇരുട്ടിനോട് നിരന്തര പോരാട്ടം. ആ പോരാട്ടത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇരുട്ടിന്റെ ശക്തികളെ ചെറുത്തു തോൽപ്പിച്ച് ഒരു ജനത രൂപപ്പെട്ടത്. ആ ജനതയ്ക്ക് പരിമിതികളേറെയുണ്ട്. കാരണം ഇവിടെ കൂടുന്നതും മനുഷ്യരാണ്, ദിവ്യന്മാരല്ല, മാലാകമാരല്ല. ആ കുറവുകളൊരു സത്യമാണെങ്കിലും നമുക്കുള്ളൊരു ഗുണം പറയാം. മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, ലോകം തിന്മയെന്ന് വിവക്ഷിക്കുന്ന എല്ലാത്തരം മ്ലേച്ഛതകളോടും കൃത്യമായ നിലപാട് പുലർത്തി, കൃത്യമായി വേർതിരിവുണ്ടാക്കി, ഇതിലൊന്നും ചെന്നിടപഴകാതെ മാറി നിൽക്കുന്നു എന്ന് ആദരണനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറിൻ്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ അത് പെന്തക്കോസ്തു സമൂഹമാണ്. മനസ്സിലാകുന്നോ? മദ്യം നിരോധിക്കുന്നൊക്കെ പറയുന്ന പലർക്കും അതിനുള്ള ആർജവമില്ല. പ്രത്യക്ഷമോ പരോക്ഷമായി അതിൻ്റെ ഭാഗമായി തീരുന്ന ആളുകൾക്ക് അതിനെതിരെ നിലപാടെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, അത്തരം അധാർമിക പ്രവർത്തനങ്ങളുടെ വഴി നടക്കാത്ത, വേറിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായി ഞങ്ങൾ ഈ രാജ്യത്ത് 100 കൊല്ലം പ്രവർത്തിച്ചു കാണിച്ചു. ഇനിയും ഒന്ന്
നിരോധിക്കപ്പെട്ട ഹോണിലൂടെ ഞങ്ങൾക്ക് പ്രസംഗമില്ല. രാത്രി 10 വരെയാണ് ഉച്ചഭാഷകൾക്ക് അനുമതി. ഞങ്ങളുടെ യോഗത്തിൻ്റെ പരമാവധി സമയം 9 മണിയാണ്. ഇന്ന് 8:30 തീർക്കാം കേട്ടോ. ഞാൻ 9 വരെ നീട്ടുമെന്നല്ല, ഒരു ടൈമൊക്കെ തന്നിട്ടുണ്ട്. 9 മണിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ യോഗങ്ങളിൽ ആളുകൾ ഏറ്റുമുട്ടുന്നതോ? ഞങ്ങളുടെ യോഗങ്ങളിൽ ചിന്തിക്കിടക്കാരും വന്ന മനുഷ്യരും തമ്മിൽ ഏറ്റുമുട്ടി അലമ്പുണ്ടാക്കി പോലീസുകാർക്ക് ശല്യമായി തീരുന്ന പരിസ്ഥിതി കണ്ടിട്ടുണ്ടോ? ഇതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിച്ച് 100 വർഷം ഈ രാജ്യത്ത് പ്രവർത്തിച്ച ഞങ്ങൾ രാജ്യദ്രോഹികളല്ല. എന്തുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ശത്രുവായി തീരുന്നു എന്നതിൻ്റെ കാരണം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകുന്ന ചില കാര്യങ്ങൾ അങ്ങനല്ലത്. വാസ്തവത്തിൽ നിങ്ങളുടെ മതം മോശമാണെന്നോ വിശ്വാസം മോശമാണെന്നോ ഞങ്ങൾ പറയാറില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയെ പറയുക, അതിൻ്റെ ഗുണമാ പറയുക. നിങ്ങൾ ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താ, അതിനോട് ചേർത്ത് പറയാം. ലോകത്തെല്ലാ മതസംഹിതകളിലും അല്ലല്ല ക്രൈസ്തവരിലെ തന്നെ സമാന പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഉള്ള ആളുകളുടെ കണക്കെടുത്താൽ അതേ സമൂഹം സന്താനപുഷ്ടിയോടെ പെറ്റുപെരുകി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയാണ് ഉള്ളത്. അതുകൊണ്ടാണ് പരമ്പരാഗത സഭകളിൽ ആ ഓർഗാനിക് ഗ്രോത്ത് കുറയുന്നു. കാരണം കുട്ടികൾ കുറവാണ്. ഒരു വീട്ടിൽ 2 കുട്ടികളേ ഉള്ളൂ. ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ UK അല്ലെങ്കിൽ ഗൾഫിലാണ്. ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ കുട്ടികൾ വിദേശത്തൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയണ്ടേ, ഇതിലെ ആളുകൾ ഈ വീട്ടിലെ കുട്ടികളല്ല. നാനാജാതി മതസ്ഥർക്ക് ക്രിസ്തുവെന്ന ഉലകരക്ഷകന്റെ രക്ഷകർത്തൃത്വം അംഗീകരിച്ചു വന്നാൽ അവർക്കിതിൻ്റെ ഭാഗമാകാം. ഞാനതിന് പറയാറുണ്ട്, എൻ്റെ അതിശക്തമായി സുവിശേഷം അറിയിച്ച മൺമറഞ്ഞൊരു മഹാരഥനുണ്ട്, പാസ്റ്റർ കെ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തിയ കർത്തൃദാസൻ്റെ പേര് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ ഖാൻ എന്നായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൽ ദീർഘകാലം ഞങ്ങളെ നയിച്ച ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ സാരഥ്യം വഹിച്ച അനുഗ്രഹീതനായ ദൈവാസന്റെ പേര് റവറൻഡ് അബ്ദുൽ കരീം എന്നായിരുന്നു. എന്തിനാ ഇത് പറഞ്ഞത്? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ ദീർഘകാലം നയിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസന്റെ പേര് പരിചിതനായ പാസ്റ്റർ PL പരംജ്യോതി എന്നായിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ള ജോൺ സുന്ദർ റാവു അദ്ദേഹമായിരുന്നു. ഇനി കേൾക്കണ്ടേ, കേരളത്തിലെ പ്രമുഖമായൊരു പെന്തക്കോസ്ത് സഭയുണ്ട്. അതിൻ്റെ പേര് ഷാരോൺ ഫെലോഷിപ്പ് എന്നാണ്. ആ ഷാരോൺ ഫെലോഷിപ്പിന്റെ സ്ഥാപകന്റെ പേര് പരിചിതനായ ജോൺ അയ്യാപിള്ള സാറാണ്. ജോൺ അയ്യാപിള്ള സാറിനെ കുറിച്ചൊരു വാക്ക് പറയാതെ വയ്യ. കോടികളുടെ ആസ്തികളുള്ളൊരു ധനാഢ്യൻ. അദ്ദേഹത്തിന്റെ മകൻ അന്ന കാലഘട്ടത്തിലെ കേരള യൂണിവേഴ്സിറ്റിയിലെ PhD ബിരുദധാരിയാണ്. യേശു എന്ന രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ തനിക്കുള്ളതൊക്കെ വിറ്റ് ആ സമ്പത്തൊക്കെ ജനസേവനാർത്ഥം ചെലവഴിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തി. കേരളത്തിൽ ഒരു സഭയ്ക്ക് തുടക്കം കുറിച്ചു. ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, പാൽപ്പൊടി കൊടുത്ത് കോതമ്പ് കൊടുത്ത് ആളുകളെ മതം മാറ്റുമെന്ന് പറയുമ്പോൾ ഇത്തരം എത്ര ജന്മിമാർ അവരായിരുന്ന പൂർവ്വ പശ്ചാത്തലം വിട്ട് തങ്ങൾക്കുള്ളതൊക്കെ ത്യജിച്ച് ഈ വിശുദ്ധ വിശ്വാസത്തിന്റെ ഭാഗമായി വരാൻ കാരണം എന്തെന്ന് സമൂഹം ചിന്തിച്ചു തുടങ്ങിയട്ടെ. ചരിത്രം പഠിക്കണം. ഈ സഭയുടെ വളർച്ചയ്ക്കും അതിൻ്റെ പുരോഗതിക്കും വേണ്ടി ഇങ്ങനെയുള്ള അനേക ആളുകളുടെ കഷ്ടപ്പാടുകൾ, അവരുടെ അർപ്പണ ബോധം. നിങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് എന്നൊരു സഭയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരന്മാർ പാസ്റ്റർമാർ ഇവിടെ ഇരിപ്പുണ്ടതില്ലേ. അത് കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഇവിടുന്ന് തമിഴ്നാട് സ്വദേശിയായ AR തങ്കയ്യ അതിശയം എന്ന തമിഴ് ബ്രാഹ്മണൻ കർത്താവായ യേശുക്രിസ്തു എന്ന ഉലകരക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അങ്ങനെ എത്ര ആളുകൾ. ദലിതനായ ജോൺ സുന്ദർ റാവു ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ ശ്രേഷ്ഠകരമായ ഒരു സ്ഥാനത്തിരുന്നു. അറിയപ്പെടുന്ന നിരവധി ദൈവവൃത്തന്മാർ, ഇസ്ലാമിക സമൂഹത്തിൽ വന്ന അബ്ദുൽ കരീം, ഇങ്ങനെ നാനാജാതി മതസ്ഥരായ സമൂഹത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട്
എല്ലാത്തരം മത്സ്യങ്ങൾക്കും കയറാൻ കഴിയുന്ന വല എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ അനുസ്മരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്ന ഒരു വിശ്വാസ സംഹിത. ഇങ്ങനെ നിങ്ങൾക്ക് ലോകത്തെവിടെ കാണിക്കാൻ സാധിക്കും? ലോകത്തെവിടെ കാണിക്കാൻ സാധിക്കും? മനുഷ്യർ കൂടുന്ന പരിമിതികൾ ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് സമ്മതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് പുറത്ത് എറണാകുളത്തൊരു യോഗം നടക്കുമ്പോൾ മാധ്യമ നിരൂപകനായ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടായിരുന്നു, ഞാൻ കൂടിയുള്ളൊരു വേദിയിൽ. അദ്ദേഹം അവിടെ എത്തി നമ്മളുടെ സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പറഞ്ഞു, ഐക്യതയുടെ കുറവ്. അദ്ദേഹത്തെ ഞങ്ങൾ വിമർശിക്കുകയല്ല ചെയ്തത്. സാർ, അങ്ങ് വീണ്ടും പറയണം, ഞങ്ങളെ ഈ കുറവുകൾ ചൂണ്ടിക്കാണിക്കണം, അതാണ് ഞങ്ങളുടെ കുറവെങ്കിൽ നാളെ അതിനെ തിരുത്താൻ ആർജവമുള്ള ഒരു തലമുറ രൂപപ്പെട്ടു വരണമല്ലോ. എത്ര നാൾ നമുക്കങ്ങനെ കഴിയാൻ കഴിയും? അതൊക്കെ കൊണ്ട് ഈ പരിമിതികൾ ചൂണ്ടിക്കാണിക്കുന്നവരോടും വിരോധമില്ല, അവരെ ഉൾക്കൊണ്ടാണ് പോകുന്നത്. ഞങ്ങളുടെ കുറവുകളെ, പരിമിതികളെ ചൂണ്ടിക്കാണിക്കാൻ ആര് തയ്യാറെടുത്തു വന്നാലും സന്തോഷമാണ്, അത് വസ്തുതാപരമായിരിക്കണം. അപ്പൊ പറയുന്ന ഒരു പ്രശ്നം, നമ്മൾ ആളുകളെ, നിങ്ങൾ വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മതപരിവർത്തനം ചെയ്യിക്കുന്നു. അത് ചിലപ്പോഴൊക്കെ പാസ്റ്റർമാരതിന് മറുപടിയായിട്ട് പറയാറുണ്ട്, ഞങ്ങൾ മതപരിവർത്തനമല്ല, പിന്നെ മനപരിവർത്തനം. റെക്കോർഡിക്കലി അതൊന്നും വിജയിക്കുന്ന കാര്യമല്ല. മനപരിവർത്തനമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നോട് ചോദിക്കുക. സർക്കാരിൻ്റെ മുമ്പിലോ സമൂഹത്തിൻ്റെ മുമ്പിലോ നിങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നുണ്ടോ വെച്ചാൽ അതൊരു സത്യമുണ്ട്. ലീഗലി അതിന് നിയമതടസ്സം ഇല്ലാത്തൊരു രാജ്യമായത്. അതാണ് എൻ്റെ കാരണം. മതപരിവർത്തനം ഭരണഘടനാപരമായ അവകാശമാണ്, എല്ലാത്തരം പരിവർത്തനവും. ഇന്ന് വരെ അത് നിരോധിച്ചുകൊണ്ട് ഭരണഘടനയിൽ എവിടെയെങ്കിലും ഒരു ക്ലോസ് കാണുന്നില്ല. നിരോധിച്ചിട്ടുള്ളത് നിർബന്ധിത മതപരിവർത്തനയാണ്. പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട്, വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, ആളുകളെ മതത്തിൽ ചേർക്കാൻ നടത്തുന്ന ഫോഴ്സ് ചെലുത്തിക്കൊണ്ട്, സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഞങ്ങൾക്കതിന് സാധിക്കില്ല. എൻ്റെ കാരണം പറയാം. ഒരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ച പോലൊരു കാര്യമുണ്ട്. ചിലർ ധരിച്ചത് ആളുകളെ പണമൊക്കെ കൊടുത്ത് മാറ്റുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും സത്യം പറയട്ടെ, ഞങ്ങൾ സമ്പൂർണ്ണമായി ഒരാൾ വിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കാറുണ്ട്. ഈ സ്നാനം പെട്ടവനോട് ചോദിക്കണം, നിനക്ക് വല്ലതും കിട്ടിയോ? കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവൻ കുറേ പണം ഞങ്ങൾക്ക് തരാറുണ്ട്, വണ്ടിക്കൂലിയാണ്. മുക്കുന്ന ജോസഫ് ജോർജ് പാസ്റ്റർക്കും ഒക്കെ ഈ പൈസ കിട്ടാറുണ്ട്, ഇങ്ങോട്ട് കിട്ടാറുണ്ടോ? അല്ലെ അവരവിടെ നിന്ന് കറങ്ങും വണ്ടിക്കൂലി ഇല്ലാതെ. അതുകൊണ്ട് ഇദ്ദേഹം വീട്ടിൽ പോട്ടെ എന്ന് ഓർത്താൽ അത് നിയമമല്ല, ഒരു സന്തോഷം. അല്ല, അങ്ങോട്ട് കൊടുക്കുന്ന ഏർപ്പാടില്ല. അങ്ങനെ കൊടുക്കാൻ എന്താ ഇവിടെ ഉള്ളത്? അങ്ങനൊന്നുമില്ല. അങ്ങനെ ഫണ്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിൽ ഭരണകൂടം അറിയാതെ കൊണ്ടുവരാൻ പറ്റുമോ? ഭരണകൂടം അറിയാതെ, നിയമാനുസൃതമല്ലാതെ ഒരു ചിലവും ചെയ്യാൻ ഞങ്ങൾക്കാവില്ല. കൃത്യം ഓഡിറ്റിംഗ് ഉള്ളൊരു സമൂഹം ഇത്. കൃത്യം ഓഡിറ്റിംഗ്. അങ്ങനെ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് താല്പര്യമില്ലാത്ത ഭരണകൂടങ്ങൾ കണ്ടുപിടിച്ച് പറയട്ടെ, ഏത് ചാനൽ വഴിയാണ് ഞങ്ങൾ മൊബൈലൈസ് ചെയ്യുന്നത്, ഏത് വഴിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ല സഹോദര, ഞങ്ങൾക്കൊരു പ്രവർത്തന രീതിയുണ്ട്. ആ പ്രവർത്തന രീതി പറയാം. ഒരുവൻ വിശ്വാസം സ്വീകരിച്ചു വന്നാൽ പിറ്റേന്ന് രാവിലെ അവനെ പിടിച്ചു മുക്കുന്ന ഏർപ്പാടില്ല. അടുത്ത മാസം മുക്കുകയില്ല. ഇത് കഴിഞ്ഞ് ഞാനൊരു ആഹ്വാനം തരും, നിങ്ങളിൽ യേശുവിനെ സ്വീകരിക്കാൻ ആർക്ക് മനസ്സുണ്ട്? ഇവിടെ ഇരിക്കുന്നവരൊക്കെ സ്വീകരിച്ചവരാ. ഈ ഞങ്ങളുടെ ജോലി ആയതുകൊണ്ട് ചോദിക്കും. ഒരാൾ പ്രതികരിച്ചു വന്നാൽ നാളെ രാവിലെ അവനെ മുക്കിപ്പൊക്കുന്ന പ്രശ്നമില്ല. കുറഞ്ഞതൊരു 6 മാസമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇവൻ പഠിച്ചോ, ഗ്രഹിച്ചോ. ഇയാൾ വീണ്ടും മുഴുക്കുടിയനായിട്ട് പോകുമോ? ഇയാൾ വീണ്ടും ക്രൈസ്തവ സാക്ഷ്യത്തിന് ചേരാത്ത വഴികളിൽ പോയി നിങ്ങൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ ആക്ഷേപിക്കാൻ ഇടവരുമോ? ഈ വഴികളെല്ലാം പഠിച്ച് പ്രാദേശിക സഭയ്ക്ക് ഇയാളുടെ ജീവിതം കൊള്ളാം എന്ന് തോന്നി അയാൾ കൂടി സമ്മതിച്ച് ആ കൺവെഷൻ, ആ കൺവിക്ഷൻ തോന്നിയെങ്കിൽ മാത്രം കൊടുക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് സ്നാനം. കേരളക്കരയിൽ രേഖാമൂലമുള്ള ആദ്യത്തെ ഒരു മതപരിവർത്തനം നടന്നിട്ടുണ്ട്. 1854 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്നൊരു സ്ഥലത്ത്
1854 സെപ്റ്റംബർ മാസം 8-ാം തീയതി ഹോക്സ്വർത്ത് എന്നറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ നടന്നു പോകുകയാ. അദ്ദേഹം പെന്തക്കോസ്തൽ ആംഗ്ലിക്കൻ ചർച്ചാണ്. പെന്തക്കോസ്ത് സഭകളെന്ന് കേരളത്തിലായി വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്കൊരു കാഴ്ച കണ്ടു. തെയ്യത്താൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ദൈവത്താൻ എന്നാണ്. ഉച്ചരിക്കാനുള്ള വൈകല്യം കൊണ്ട് ആളുകൾ തെയ്യത്താൻ എന്ന് വിളിക്കും. രസാപകമായ കാര്യം, അന്ന് നമ്മൾ കേൾക്കുന്ന പല ആളുകൾക്ക് ഈ ഉച്ചാരണ വൈകല്യം ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത കാലത്താണ് കണ്ടത്. വേലുത്തമ്പി തളവയുടെ കുണ്ടറ വിളംബരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇംഗ്രിച്ച് കുമ്പഞ്ചി എന്നാണ്. ഇംഗ്ലീഷ് കമ്പനിന്ന് ഉച്ചാരണം വഴങ്ങാത്തതുകൊണ്ട് ഇംഗ്രിച്ച് കുമ്പഞ്ചി നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെയായിരുന്നു ഒരു കാലം. ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കിയതാര്? നിഘണ്ടുക്കൾ ഉണ്ടാക്കിയതാര്? ഇതൊക്കെ ഇവിടെ നിന്ന് പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്, അഭിമാന പുരസരം. ഞാനതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനിരെ പറയട്ടെ, ഈ ഹോക്സ്വർത്ത് നടന്നു പോകുമ്പോൾ തെയ്യത്താൻ എന്ന മനുഷ്യൻ ഒരു വയലിൽ കിടന്ന് പണിയെടുക്കുക. അദ്ദേഹത്തിന്റെ തോളിൽ ഒരു നുഖമുണ്ട്. തോട്ടപ്പുറത്ത് ഒരു കാളയാണ്. ഈ കാളയെയും മനുഷ്യനെയും ഒരുമിച്ച് ഉഴുതുകൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് തെയ്യത്താൻ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുക കരയ്ക്ക്. അല്പനിമിഷങ്ങൾ നോക്കി. ഇയാൾ അല്പം കഴിഞ്ഞ് കരയ്ക്ക് വന്നു. ആ പാടവരമ്പത്ത് വട്ടയില നിരത്തിയിട്ടിട്ട് ഒരു കുഴിയെടുത്തിട്ട് കുഴിയിൽ വട്ടയില വെച്ചിട്ട് അതിനുള്ളിലേക്ക് ചൂട് കഞ്ഞിയും ഏതാണ്ട് ചമ്മന്തിയും കറികളുമൊക്കെ കൊടുത്തു. അത് പ്ലാവല കൊട്ടി ഒരു സ്പൂണ് പോലുണ്ടാക്കി കുടിച്ചുകൊണ്ട് 2 മിനിറ്റ് വിശ്രമത്തിന് ശേഷം വീണ്ടും വയലിലിറങ്ങിയ ദേഹമാസകലം ചെളി. ഹോക്സ്വർത്ത് അടുത്തു വന്ന് പരിചയപ്പെട്ടു. മലയാളം അറിയാം. ചോദിച്ച് നീ എന്താ ഇങ്ങനെ കാളക്കൊപ്പം പണിയെടുക്കും? നിനക്ക് എത്ര കൂലി കിട്ടും? മറുപടി, യജമാനനെ കൂലി കിട്ടില്ല. കൂലി അടിയന് വേണ്ട. മക്കൾക്കുള്ള ഭക്ഷണം, അടിയനുള്ള ഭക്ഷണം. കാരണം എന്തെന്ന് അറിയണ്ടേ? ഞാൻ ഈ കന്നുകാലിയെപ്പോലെ എൻ്റെ യജമാനന്റെ അടിമയാണ്. 2 രൂപ വിലക്ക് ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാ. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളെ ഏറ്റെടുക്കണം. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നുവെന്ന് സോളമന്റെ പ്രഖ്യാപനം പോലെയാ. എന്ത് വില കൊടുത്താണ് വാങ്ങിയത്? രസാപകമായ കാര്യം കാണണ്ടേ? കോട്ടയം ജില്ലയിലെ തിരുനക്കര മൈതാനം അടിമച്ചന്തയായിരുന്നു. ചങ്ങനാശ്ശേരി ചന്തയിൽ 2 രൂപയ്ക്കും 3 രൂപയ്ക്കും കിട്ടുന്ന അടിമയ്ക്ക് മല്ലപ്പള്ളി ചന്തയിൽ കിട്ടുന്ന 18 രൂപ വിലയായിരുന്നു. ആളുകളെ നടത്തി അത്രയും ദൂരം കൊണ്ടുവന്ന് 2 രൂപ നിരക്കിൽ വാങ്ങി. വഴി പിരിഞ്ഞു പോകുന്ന മാമൂട് എന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി ആ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടു പോകുമ്പോൾ ഇടനിലക്കാരൻ ബാക്കി പണമൊക്കെ കയ്യാളി. ഇവിടേക്ക് എത്തുമ്പോൾ 17-18 രൂപയൊക്കെ കിട്ടും. ഇതിന്റെ യജമാനനെ കണ്ടിട്ട് ഹോക്സ്വർത്ത് ചോദിച്ചു, ഇവനെ ഇങ്ങ് വിൽക്കുന്നോ? മറുപടി, ഇവനെ മാത്രമല്ല ഇവന്റെ വീട്ടുകാരെ മൊത്തം കൂടെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന പൈസ തരണം. പെർ ഹെഡ് 18 രൂപ വെച്ച് കൊടുത്ത് ഈ ആളുകളെ മുഴുവൻ വിമോചിപ്പിച്ചു. കൃത്യമാർഗത്തിൽ ചേർത്തില്ല. ഇനി മുതൽ നീ എൻ്റെ ഉടമസ്ഥയിൽപ്പെട്ട ആളാണല്ലോ. എനിക്കൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ നിനക്ക് വൃത്തിയുള്ള വസ്ത്രം വേണം, ഞാൻ കഴിക്കുന്ന ആഹാരം കഴിക്കണം. കേട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവിനൊടുവിൽ ഇവന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ മനുഷ്യനെ തൊട്ടടുത്തുള്ള മല്ലപ്പള്ളി ആറ്റിൽ സ്നാനപ്പെടുത്തുകയല്ല ചെയ്തത്, തിരുവല്ലയിലേക്ക് അയച്ചു. അവിടെയുള്ള സഭയുടെ കേന്ദ്രത്തിൽ അക്ഷരം പഠിപ്പിച്ചു. ആ സഭാകേന്ദ്രത്തോട് ചേർന്ന് പള്ളിക്കൂടമുണ്ട്. പള്ളിയിലുള്ള കൂട്ടം അക്ഷരം പഠിപ്പിച്ചു, അറിവ് കൊടുത്തു. ബൈബിളും പാഠ്യപുസ്തകവും ഉപയോഗിക്കാൻ അറിവ് കൊടുത്തു. ലണ്ടൻ CMSന്റെ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ലണ്ടനിൽ പ്രസിദ്ധം ചെയ്യുന്ന പ്രത്യേകതരം ഒരു ബുള്ളറ്റിനുണ്ട്. ആ ബുള്ളറ്റിനിൽ പ്രസിദ്ധം ചെയ്തു വരുന്ന 75 ചോദ്യങ്ങളുണ്ട്. ആരാണ് ദൈവം? ആരാണ് യേശുക്രിസ്തു? എന്താണ് ത്രിയേകത്വം? എന്താണ് ബൈബിൾ? 75 ചോദ്യങ്ങൾക്കും കൃത്യം ഉത്തരം പറയാൻ 1 വർഷം കൊണ്ട് പഠിച്ചു. തെയ്യത്താൻ കൃത്യമായി മനസ്സിലാക്കി. അദ്ദേഹം മാത്രമല്ല, തന്റെ കുലത്തിൽപ്പെട്ട 8 ആളുകൾ ഒരുമിച്ച് നിരന്നു നിന്നുകൊണ്ട് ഹോക്സ്വർത്ത് എന്നറിയപ്പെടുന്ന ആ സുവിശേഷകന്റെ കരങ്ങൾക്ക് കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റപ്പോൾ കേരള ചരിത്രത്തിൽ രേഖാമൂലം
ആദ്യം ഈ യേശുവിനെ സ്വീകരിക്കുന്ന കുടുംബമായി അത് മാറി. ഇന്ന് ആ മേഖലയിലേക്ക് നിങ്ങൾ ചെന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ഈ വിശുദ്ധ തിരുവെഴുത്ത് ബന്ധിക്കൊണ്ട് യേശുവിന് വേണ്ടി സുധീരം നിൽക്കുന്ന കാഴ്ച കാണാം. എന്തുകൊണ്ട്? ഈ പണിയെടുക്കുന്ന മനുഷ്യനോട് കാരുണ്യം കാട്ടാൻ കന്നുകാലിക്ക് സമാനമായി അവനെ വിറ്റഴിക്കുന്ന അനുഭവങ്ങൾ കണ്ടിട്ട് അവൻ മനുഷ്യനാണെന്ന് പറയാൻ ഇവിടെ ആരും തയ്യാറാകാതിരുന്നപ്പോൾ അതിന് വിപരീത ദിശയിൽ നിന്നുകൊണ്ട് ഇവൻ മനുഷ്യനാണെന്നും അവന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരാത്മാവുണ്ടെന്നും ഉള്ള തിരിച്ചറിവ് കിട്ടിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അയാൾ സായിപ്പായതുകൊണ്ടല്ല, മറിച്ച് അയാൾ സ്വീകരിച്ച യേശുവിന്റെ ചൈതന്യം ഇതൊരു സഹോദരനായി കാണാൻ പ്രേരിപ്പിച്ചെങ്കിൽ ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത്, നോർത്ത് ഇന്ത്യയിൽ, ഛത്തീസ്ഗഡിൽ, ഉത്തരാഞ്ചലിൽ, ഞങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ ഈ സുവിശേഷത്തിന്റെ ഇതേ തനിമയിൽ ഇതേ ശക്തിയിലാണ് പ്രസംഗിക്കുന്നത്. അതിനപ്പുറത്ത് അതിന് മാനങ്ങളില്ല എന്ന് ഞങ്ങൾ മതേതര ഇന്ത്യയോട് വിനയാനിതരായി ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ ആ സുവിശേഷ ചൈതന്യം വീണ്ടും ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യനാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. പ്രിയമുള്ളവരെ, ഇങ്ങനെ സുവിശേഷം പറയാൻ ഞങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ സമാന്തര സഭകൾ പറയാറുണ്ട്, ഇങ്ങനെ ആളുകളെ മതം മാറ്റുന്ന ഒന്നും ഞങ്ങളല്ല പെന്തുക്കോസുകാരാ. കള്ളമല്ലെന്നേ, ഉള്ളതാണ് പറയുന്നത്. അവരുടെ കുറ്റമല്ല. അവർ ഈ മത്തായിയുടെ സുവിശേഷം 28:19 പഠിച്ചിട്ടില്ല. അടുത്ത കാലത്ത് ബൈബിളൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അല്ല, തുടങ്ങേണ്ടടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് വേറെ കാര്യം. കേരളം വരെ അത് വന്നിട്ടില്ല, വരും, താമസം. പിന്നെ എന്താ അത്? ചില ആൾ പറഞ്ഞിട്ട് യേശുദേവൻ ഇങ്ങനെ മതം മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാനം പറയാം. ഞങ്ങൾക്ക് യേശുവിനോട് വിരോധമില്ല, മതം മാറ്റ ലോബിയെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഭരണഘടനാ വിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, രാജ്യവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല. അത് പൗരനുള്ള മൗലിക സ്വാതന്ത്ര്യമാണ്. മതം ത്യജിക്കാൻ, മതം സ്വീകരിക്കാൻ, നിരീശ്വരനായിരിക്കാൻ, ഇഷ്ടപ്പെട്ട മതത്തിലേക്ക് പോകാൻ, ഏത് ഘട്ടത്തിൽ ഉപേക്ഷിക്കാൻ. ഈ 24 അവേഴ്സിനിടയ്ക്ക് 50 മതം മാറാൻ പൗരന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഭരണഘടന വെച്ചിട്ട് മതവും വിശ്വാസവും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് നിരീശ്വരനാകാം. അത്ര വലിയ റൈറ്റ്, അത്ര വിശാലമായ ഒരു ഭരണ സംഹിതയുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. മനസ്സിലായോ? ഇന്ന് വരെ അത് മാറ്റിയായിട്ട് അറിയില്ല, ഇറങ്ങി പറഞ്ഞാൽ മതി. ആർട്ടിക്കിൾ 14 ഭരണഘടനയിൽ നിന്ന് പോയോ? ആർട്ടിക്കിൾ 19 ഭരണഘടനയിൽ നിന്ന് പോയോ? മൗലിക അവകാശങ്ങൾ പോയോ? അത് കളയാൻ ശ്രമിക്കുന്നുണ്ട്, പോയോ? ഇതുവരെ പോയിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ആളുകൾ ക്രിസ്തുവിലേക്ക് വരുന്നു പറയാം. ഞാൻ ഒരു ഗുണ്ടാപ്പണി ചെയ്യുന്ന മനുഷ്യനെ, അദ്ദേഹത്തിന് ഈ അടികെറ്റ് തകർന്നു കിടക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കാണാനിടയായി. ഈ ഗുണ്ടാപ്പണി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ല, ആരോടും പിണക്കില്ല. അവരുടെ മുമ്പിലേക്ക് ഒരു ഫോട്ടോ കൊടുക്കും, KK വിൽസൺ എന്ന ആളിൻ്റെ പേര്, പോയി അടിച്ചു വരാൻ പറയും. ആൾ മാറുകയും ചെയ്യരുത്, എന്നെപ്പോലൊന്നുമല്ല. ഫോട്ടോയും കൊടുത്തിട്ട് പറയും, ഇന്നാണ് ആള്. ഈ ദൈവദാസനോട് ഒരു പിണക്കോ ആ മനുഷ്യനില്ല. ഇവൻ വരുന്നു, അപ്രതീക്ഷിത ഘട്ടത്തിൽ തല്ലുകൂടി അവനായിട്ട് അടിക്കുന്ന പറഞ്ഞനുസരിച്ച് തല്ലണോ വെട്ടണോ കൈ വെട്ടണോ തല വെട്ടണോ ചോദിച്ച് പോകുന്നു. സ്നേഹിത പോലെ ഒരു നിമിഷം ഈ KK വിൽസൺ പാസ്റ്ററായിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ തന്നെ തല്ലി, അതൊരാൾ പറഞ്ഞു വിട്ടു, ഒരു പിണക്കവും ഇല്ല. പക്ഷെ ഇവർക്കറിയില്ല, എല്ലാത്തരം ഗുണ്ടാപ്പണിയും ഒരു ബാർട്ടർ സമ്പ്രദായമാണ്. എന്താ ബാർട്ടർ? വിൽസൺ പാസ്റ്ററെ തല്ലി, അനുകൂടത്തോടത്തെ തല്ലി, ഈ ഗുണ്ടയെ വേറൊരുത്തിന് എവിടെ വിട്ട് തല്ലും. അതിൻ്റെ പേരാ ബാർട്ടർ. പണ്ട് നമ്മൾ ഗോതമ്പ് കൊടുത്തിട്ട് അരി വാങ്ങും, അരി കൊടുത്തിട്ട് പഞ്ചസാര വാങ്ങും. ഇങ്ങനെയുള്ള പണിയുടെ പേരാണ് ബാർട്ടർ. ഗുണ്ടായുസം അതിൽ തന്നെ ഒരു ബാർട്ടർ സിസ്റ്റമാണ്. ഇവിടെ തല്ലുന്നവന് വേറൊരിടത്ത് കിട്ടും. അത് പ്രകൃതി നിയമ, അക്രമിയുടെ വഴിയതാ. അപ്പം ഈ മനുഷ്യൻ ഇങ്ങനെ ആക്ഷനൊക്കെ നടത്തി എവിടെയോ പോയി തല്ലു വാങ്ങി വീട്ടിൽ നിന്ന് കിടക്കുകയാണ്. ഞാനിയാളെ കണ്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു. ഈ അടിയും
വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്ക് ഈ അടിയെക്കുറിച്ചൊക്കെ ഇതൊക്കെ ആളും പറയുന്നത് വലിയൊരു ആവേശമാണ്. എന്നോട് പറഞ്ഞു, സാറേ നാട്ടിൽ ഏറ്റവും വലിയ ആരോഗ്യ ദൃഢഗാത്രനാണ്. ഞാൻ ഈ വിരൽ മൂന്നും ഇങ്ങോട്ട് പിടിച്ചിട്ട് അവൻ്റെ ഈ 6ാം വാരിക്കൊരു കുത്തു കൊടുത്തിട്ട് ശ്വാസം മുട്ടി അവൻ അവിടെ ഇരുന്നു. താഴേക്ക് ഇരുന്നു. താഴെ വീണു. 90 ദിവസം തേച്ചില്ല, അതിന് മുമ്പ് ആൾ മരിച്ചു. കാരണം എന്തോ മർമ്മമൊക്കെ അറിയാമെന്നാണ് പറഞ്ഞത്. ഞാനിതെല്ലാം ഇങ്ങനെ കേട്ടു. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഇതേകാട്ടിങ്ങനെ സംസാരിച്ചു, പലവിധ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ 6ാം വാരിക്ക് കുത്തി ഒരുത്തന്നെ താഴെ ഇട്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കാണാൻ വന്ന് ചായയും വേണ്ടതൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കഴിക്കാനുണ്ട്. നിങ്ങളാ ഇടിച്ച് പരുവപ്പെടുത്തി പിൽക്കാലത്ത് മരിച്ചുപോയ ആ മനുഷ്യൻ്റെ കുഞ്ഞിന്ന് എന്തായിരിക്കും കഴിച്ചത്? അവൻ എന്ത് തിന്നാണ്? ഇയാൾ അല്പം ദുഃഖിതനായി. ഞാൻ സുവിശേഷമൊക്കെ പറഞ്ഞു, ആ മനുഷ്യൻ മരിച്ചുപോയി. സുവിശേഷമൊക്കെ പറഞ്ഞ് അത് എന്നോട് പറയുകയാണ്, പാസ്റ്റർ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നടുവൊക്കെ തളർന്ന് കിടക്കുക ആശാനം. പ്രശ്നം എന്താണെന്നറിയണ്ടേ? ഒരു മനുഷ്യൻ്റെ അരികിലേക്ക് ഇങ്ങനെ ആക്രമിക്കാൻ അടുത്ത് ചെന്ന് ആയുധം കയ്യിലെന്തി വെട്ടാൻ തുടങ്ങുമ്പോഴേക്ക് ഈ മനുഷ്യനൊരു പാടവരമ്പത്ത് എടുത്ത് ചായിട്ട് ഇങ്ങനെ കൈകൂപ്പിട്ട് പറഞ്ഞു, കൊല്ലല്ലേ, കുഞ്ഞുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, കൊല്ലല്ലേ. ഒന്നും നോക്കിയില്ല, അവനെ വെട്ടി താഴ്ത്തി. അന്ന് മരിച്ചില്ല, ദിവസങ്ങൾ കഴിഞ്ഞ് മരിച്ചു. ഇന്ന് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ, ഉറങ്ങാൻ തുടങ്ങുമ്പോൾ, കണ്ണടയ്ക്കുമ്പോഴേ ഈ ശബ്ദം കാതിൽ കേൾക്കാം, കൊല്ലല്ലേ, ഉപദ്രവിക്കരുതേ, ഉറങ്ങാൻ വയ്യ. എങ്ങോട്ട് പോയാലും ഈ ശബ്ദവാ, അസഹനീയം. ഞാൻ എന്തിനായി പറഞ്ഞെന്നറിയണ്ടേ? ഇത്തരം മനുഷ്യരെ കൊല്ലാനും ആക്രമിക്കാനും പ്രചോദനം നടത്തി കൊടുത്തു വിടുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ ബലം കണ്ടോ, രാഷ്ട്രീയ ശക്തികളുടെ ബലം കണ്ടോ, സ്വന്തം ആരോഗ്യത്തിൽ വിശ്വസിച്ചോ ഇറങ്ങി പുറപ്പെടും. പക്ഷേ താങ്കൾ തനിച്ചാകുന്നൊരു ദിവസം വരും, ഒറ്റപ്പെട്ടു പോകുന്നൊരു സമയം. ഇവിടെ അടുത്തൊരു കോട്ടയുണ്ടല്ലോ, സുൽത്താൻ്റെ കോട്ട. ഇതുപോലെ കണ്ണൂർ കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കണ്ണൂർ കോട്ട കാണാൻ പോയി. കണ്ണൂർ കോട്ട എന്ന പേരിൽ കടമ്മനിട്ടൊരു കവിതയുണ്ട്, അത് ഓർത്തു ആ സമയം. അപ്പോൾ ആ കവിതയിൽ അദ്ദേഹം ഈ കോട്ട വഴിയെല്ലാം സഞ്ചരിച്ച് കവി എഴുതുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളിൽ പ്രധാനം തുരുമ്പടിച്ചിരിക്കുന്ന പീരങ്കികൾ കണ്ടു, ചിതൽ തിന്ന അതിൻ്റെ കവാടങ്ങൾ കണ്ടു. ഈ പോകുന്ന വഴിക്ക് തുരുമ്പടിച്ചിരിക്കുന്ന ഈ പീരങ്കികൾ, പണിയായുധങ്ങൾ ഏറ്റുമുട്ടാൻ വേണ്ടി വച്ചിരിക്കുന്ന വാളുകൾ, ഇവയേക്കാളെല്ലാം സുൽത്താന് വിശ്വാസം ഈ കോട്ടയ്ക്കൊരു കിളിവാതിലുണ്ട്, അതിലായിരുന്നു. കാരണം ഈ ആയുധമൊന്നും രക്ഷിക്കില്ല, കിളിവാതിൽ വഴി രക്ഷപ്പെടാൻ ഒരു തുരങ്കം അതുവഴി ഉണ്ടാക്കിയിരുന്നു. ഇതാണ് ആ കവിതയുടെ ഉള്ളടക്കം. മറ്റൊരു രസകരമായ കാര്യമുണ്ട്. കവി ഇത് കണ്ട് ഇങ്ങനെ പോവാൻ നേരം പോയി. ഇവിടെയൊക്കെ ടൈമുണ്ടല്ലോ, അവിടെ കാവൽക്കാരും ഉണ്ട്, അവർക്കും പോകണ്ടേ. കവിയോട് പറഞ്ഞു, സാർ സമയം പോയി. ഇല്ല, എനിക്ക് അല്പം കൂടെ കാണണം, പെട്ടെന്നാട്ടെ. കണ്ടൊരു 3 റൗണ്ട് ഈ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു, സാർ സമയമായി. ഇത്രയും പറഞ്ഞപ്പോൾ കവി തിരിച്ചയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒരു ദിവസം ഒരുവൻ വന്ന് നിന്നോടും പറയും സമയമായി. എന്താ മനസ്സിലായി? ജീവിതത്തിൻ്റെ ഈ നിരർത്ഥകതയില്ല. ഒരു ദിവസം ഒരുവൻ വന്ന് നമ്മോടും പറയും സമയമായി. ഇങ്ങനെയുള്ള മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകത, അതിൻ്റെ ചഞ്ചലാവസ്ഥ, അസ്ഥിരത ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പറയും, ഈഹലോകം കൊണ്ട് തീരുന്നതല്ല മനുഷ്യജീവിതം. അതിനപ്പുറത്തതിനൊരർത്ഥമുണ്ട്, അതിനപ്പുറത്തതിനൊരു നിത്യതയുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ശരീരത്തിൽ ജീവനോടിരിക്കെ ചെയ്തതെന്ത്, അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും
ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കണം. സുവിശേഷത്തെ വചനത്തിൻ്റെ ഈ വസ്തുതകൾ പ്രസംഗിച്ചും ബോധ്യപ്പെടുത്തിയും ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ വിലയും മൂല്യവുമൊക്കെ ഞങ്ങൾ കൃത്യമായി പ്രസംഗിച്ചും പഠിപ്പിച്ചും ആളുകളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കും. ഇങ്ങനെയാണ് സുവിശേഷകർ ചെയ്യുന്നത്. ഇതതിൻ്റെ രീതി. അങ്ങനെയാണ് സഭകൾ രൂപപ്പെട്ടിരുന്നത്. അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ബോധ്യം ജനങ്ങളിലെത്തിക്കും. ഇടപെടുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം പ്രവർത്തിക്കുന്ന രീതികൾ അനുഭവിച്ചറിഞ്ഞവരുടെ കൂട്ടമാത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ചൈതന്യം എന്ന് പറയുന്നത് ഈ ക്രിസ്തു വചനമാണ്. ഞാനതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഒരു കാര്യങ്ങൾ കേട്ടുണ്ടോ? ലോകത്തെല്ലാ മതവും എല്ലാ വിശ്വാസ സംഹിതയും അതിലെ നന്മകൾ തന്നെയാണ് ആളുകൾ പറയുന്നത്. അത് മോശമാണെന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ലോകത്തെവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു നേതാവിന് ഒരു സമൂഹത്തെ നടത്തിയ അതിൻ്റെ മാർഗദർശിയെ അതിക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞിട്ട് ആളുകളെ കൂട്ടുന്നൊരു മാർഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഞങ്ങൾ മാത്രമല്ല. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഈ സ്ഥാനാർത്ഥികളെല്ലാം നമ്മളോട് പറഞ്ഞു തന്നെന്താ, ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ, ഞങ്ങളുടെ കൂടെ കൂടിയാൽ ഇന്നതൊക്കെ ചെയ്തു തരുന്നേക്കാം. ഇല്ല പിന്നെ ഈ റോഡും ഈ വഴിയും ഈ സൗകര്യങ്ങളും ഈ എയർപോർട്ടും ഒക്കെ ഇവരൊക്കെ ഉണ്ടാക്കിയതാ. എല്ലാ പാർട്ടികളും ചേർന്നുണ്ടാക്കിയ. ഇല്ലെന്നൊന്നും അഭിപ്രായം നമുക്കില്ല. എല്ലാം ഒന്നും നടക്കില്ലായിരിക്കാം. പക്ഷേ അവർ പരമാവധി എല്ലാവരും തന്നെ വാക്ക് പാലിക്കാൻ ശ്രമിക്കുന്നു. സത്യമാണ്. എന്നാൽ മറുവശമുണ്ട്. എൻ്റെ കൂടെ കൂടിയാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് വേദനയുണ്ട്, നിങ്ങൾ ഒറ്റപ്പെട്ടു, നിങ്ങൾക്ക് നൊമ്പരമുണ്ട്, നിങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അണികളെ ഒപ്പം നിർത്തിയ ഒറ്റ നേതാവേ ലോകത്തുള്ളൂ. അവിടുത്തെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ലോകമേ മനസ്സിലാക്കിക്കൊണ്ട്, എന്തെങ്കിലും കിട്ടാൻ വന്നവരല്ല ഞങ്ങൾ, ത്യജിക്കാൻ വന്നവരാ ഞങ്ങൾ. നിങ്ങളെയും ഇതിലേക്ക് ക്ഷണിക്കുന്നത് ത്യജിക്കാനാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് തന്നെത്താൻ എന്നെ അനുഗമിക്കാൻ പറഞ്ഞ ഈ ഗുരുവിനെ ചൂണ്ടിക്കാട്ടി, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കണ്ണീരും ആക്രമണങ്ങളും, വേണ്ടി വന്നാൽ ഒറ്റപ്പെടലുകളും അവഗണനയും മരണവുമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടും അചഞ്ചലതയോടെ ഈ വിശുദ്ധ ബൈബിൾ കൈകളെന്തിക്കൊണ്ട് നസ്രായനെ അനുധാവനം ചെയ്യുവാൻ നിയോഗം ലഭിച്ച സമൂഹത്തിൻ്റെ പേരാ പെന്തക്കോസ്ത്. ഞാനതിൻ്റെ ഉപസംഹാരത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു ഇടവേള തരിക. ആശീർവാദം പറയാതെ പോകരുത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതിനു മുമ്പുള്ള ആ ഇടവേളയിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ല? നാട്ടുകാർ കാണട്ടല്ലേ, ആളുകൾ ഓർക്കുകയല്ലേ, നിങ്ങളെ കാശ് കൊണ്ട് തന്നിട്ടിവിടെ വരുത്തുക എന്നുള്ള തെറ്റിദ്ധാരണ മാറണം. ഇന്ന് നമ്മളിടാൻ പോകുന്ന ഓഫർ ലോകം മുഴുവൻ കാണട്ടെ. ഞങ്ങൾ ഇങ്ങോട്ട് ചെലവ് ചെയ്താണ് ഈ കാര്യമൊക്കെ നടക്കുന്നത്. ഈ ഫ്ലഡ് ലൈറ്റ് കത്തുന്നതും ഈ സൗണ്ട് വർക്ക് ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? അങ്ങോട്ട് കൊടുത്ത ആളുകളെ വണ്ടിക്ക് ട്രിപ്പ് അടിക്കുകയല്ല, അങ്ങോട്ട് ചെലവ്. സന്തോഷമുണ്ടോ? പ്രൈസല്ലോ. ഓഫറിങ്ങിന് വേണ്ടി സമയത്തെ വേർതിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. വളണ്ടിയേഴ്സ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുക. 7 മിനിറ്റേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിച്ച് കഴിയണം. ഇപ്പോൾ ഓഫറിങ്ങിൻ്റെ സമയമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ചിലവ് കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഒരു ദൈവദാസന്മാരുടെ അടുത്തും നമ്മൾ പിരിവ് വാങ്ങിച്ചിട്ടില്ല. കഴിവിൻ്റെ പരമാവധി ഇഷ്ടമുള്ള തന്നാൽ മതി എന്നൊരു കാഴ്ചപ്പാടിലായിരുന്നു. ആരും ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നിർബന്ധിച്ചിട്ടില്ല. എങ്കിൽ കർത്താവിൻ്റെ കൃപയാൽ ഇതുവരെയും കാര്യങ്ങൾ നടത്തി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതിന് നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ഹൃദയത്തിൽ തോന്നുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കൊയർ ഒരു പാട്ടുപാടും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കണം. Praise the Lord.
പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്. IPC നെന്മാറ സെൻറ്ററിൻ്റെ ഒരുക്കുന്ന ബ്ലസ് പാലക്കാട് IPC ശാലോം ചർച്ച് നെന്മാറ പേഴുംപാറയിൽ വെച്ച് നടത്തുന്നു. 2026 ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെയാണ്. സമയം 10 മുതൽ 1 മണി വരെയും 6 മുതൽ 9 മണി വരെയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് പാസ്റ്റർ ജോൺ ജോർജ്, പ്രസിഡന്റ് IPC മലബാർ കേരള സ്റ്റേറ്റ്. പ്രാസംഗികർ പാസ്റ്റർ അനീഷ് തോമസ് പത്തനംതിട്ട, പാസ്റ്റർ ബാബു ചെറിയാൻ പിറവം, പാസ്റ്റർ ഷാജി പോൾ വെണ്ണിക്കുളം, പാസ്റ്റർ പ്രിൻസ് റാണി, പാസ്റ്റർ KJ തോമസ് കുമളി, പാസ്റ്റർ സുഭാഷ് കുമരകം, പാസ്റ്റർ ഇമാനുവൽ KB. എല്ലാവരെയും സംഘാടകർ സ്വാഗതം ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഗോസ്പൽ ഫെസ്റ്റിവൽ പാലക്കാട് 2026 സിൽവർ ജൂബിലി കൺവെൻഷൻ, IPC പട്ടാമ്പി സെൻറ്റർ 14ാമത് വാർഷിക സമ്മേളനവും 25ാമത് ധോണി കൺവെൻഷനും സ്ഥലം ഉമ്മിനി UP സ്കൂളിന് സമീപം കർമ്മേൽ ഗ്രൗണ്ട്, സൂര്യനഗർ, കക്കാണി. ഓക്കെ. ഗാനശുശ്രൂഷ ശാലോം വോയ്സ് പത്തനാപുരം. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന 10 മുതൽ 1 മണി വരെ. ശനിയാഴ്ച സാംസ്കാരിക സമ്മേളനം. ഞായറാഴ്ച സംയുക്ത സഭായോഗം. നിങ്ങളോ IPC ഹെബ്രോൺ സഭയുടെ ആഭിമുഖ്യ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ വെള്ളി, ശനി, ഞായർ 5:30 മുതൽ. നിങ്ങൾക്ക് അവിടെ ഒരു പ്രാർത്ഥനാ വിഷയം ഉള്ള കാർഡുണ്ട്. നിങ്ങൾക്കത് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ കാർഡ് പൂരിപ്പിച്ച് അവിടെ ഇരിക്കുന്ന ബോക്സിൽ ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ട് പാടും. ഞാൻ കാത്തു കാത്തു നിൽക്കും എൻ്റെ യേശുനാഥനെ, ഞാൻ നോക്കി നോക്കി നിൽക്കും എൻ്റെ പ്രാണനാഥനെ. ഞാൻ കാത്തു കാത്തു നിൽക്കും എൻ്റെ യേശുനാഥനെ, ഞാൻ നോക്കി നോക്കി നിൽക്കും എൻ്റെ പ്രാണനാഥനെ. എന്നു വരും നാഥാ നീ എന്നു കാണും ദേവാ, ആശയോടെ കാത്തിരിപ്പു എൻ മണാളനെ. എന്നു വരും നാഥാ നീ എന്നു കാണും ദേവാ, ആശയോടെ കാത്തിരിപ്പു എൻ മണാളനെ. ഞാൻ കാത്തു കാത്തു നിൽക്കും എൻ്റെ യേശുനാഥനെ, ഞാൻ നോക്കി നോക്കി നിൽക്കും എൻ്റെ പ്രാണനാഥനെ. ഞാൻ വസിക്കും ഈ ഉലകം, പാപം നിറഞ്ഞ ലോകം, കണ്ണുനീരിൻ താഴ്വരകൾ എന്നും എൻ്റെ ജീവിതം. ഞാൻ വസിക്കും ഈ ഉലകം, പാപം നിറഞ്ഞ ലോകം, കണ്ണുനീരിൻ താഴ്വരകൾ എന്നും എൻ്റെ ജീവിതം. പ്രാണനാഥനെ പ്രാണനാഥനെ, ഇനി എന്നു കാണും മേഘമതിൽ എൻ്റെ പൊന്നുനാഥനെ. ഞാൻ കാത്തു കാത്തു നിൽക്കും എൻ്റെ യേശുനാഥനെ, ഞാൻ നോക്കി നോക്കി നിൽക്കും എൻ്റെ പ്രാണനാഥനെ. ഇന്നു വരും നാഥാ നീ എന്നു കാണും ദേവാ, ആശയോടെ കാത്തിരിപ്പു എൻ മണാളനെ. ഇന്നു വരും നാഥാ നീ എന്നു കാണും ദേവാ, ആശയോടെ കാത്തിരിപ്പു എൻ മണാളനെ.
ഞാൻ കാത്തു കാത്തു നിൽക്കും എൻ്റെ യേശുനാഥനെ. ഞാൻ നോക്കി നോക്കി നിൽക്കും എൻ്റെ പ്രാണനാഥനെ. ഞാൻ കാത്തു കാത്തു നിൽക്കും എൻ്റെ യേശുനാഥനെ. ഞാൻ നോക്കി നോക്കി നിൽക്കും എൻ്റെ പ്രാണനാഥനെ. നമ്മൾ പ്രാർത്ഥിക്കും. പെട്ടെന്ന് ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. തന്നെ അനുഗമിക്കുന്നവർക്ക് ഇത്തരത്തിൽ പ്രതിബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടും അണികൾ അണിമുറിയാതെ കൂടിയ അനുഗമിക്കാൻ കൊള്ളാവുന്ന ജേതാവിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഇത് പറഞ്ഞാണ് നമ്മൾ ഇൻ്റർവെൽ എടുത്തത്. ബാക്കിലേക്ക് വരാം. എന്താ യേശുക്രിസ്തുവിൽ ആകർഷണീയമായി ഉലകത്തിന് തോന്നിയത്? മറ്റൊരു മഹാരഥന്മാരിലും കാണാൻ കഴിയാത്ത ആ ശ്രേഷ്ഠതയുടെ, ആ മഹിമയുടെ ആധാരമെന്ത്? ഉലകനായകന്മാർക്കൊക്കെ സ്വീകാര്യമായി തോന്നിയ ആകർഷണീയതയുടെ ആധാരമെന്ത്, അടിസ്ഥാനമെന്ത്? പറയാം. 12 ശിഷ്യന്മാരാണ് യേശുവിനെ. ആ കണക്കൊന്ന് വ്യക്തത വരുത്തണം. ആകെ 70 ശിഷ്യന്മാരാണ് യേശുവിന്. അതിൽ നിന്ന് പ്രത്യേക നിയോഗത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരാണ് 12. ആള് പറയാറുണ്ട് 12 ശിഷ്യന്മാരെന്ന് മാത്രം പറയാറുണ്ട്. 70 ശിഷ്യന്മാർക്കിടയിൽ നിന്ന് മിഷണറി പ്രചരണാർത്ഥം തിരഞ്ഞെടുത്ത ആളുകളാണ് 12 പേർ. ആ 12 പേരിൽ നിന്നൊരു 3 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ ആളുകളുടെ മൊത്തം കണക്കെടുത്താൽ ഇവരാരും ഉന്നത ബിരുദധാരികളോ പണ്ഡിതന്മാരോ അല്ല. ഇവർ സമ്പന്നരല്ല. വിദേശ കടൽക്കരയിൽ വലയും പടകും നന്നാക്കിയോ മത്സ്യബന്ധനത്തിലേർപ്പെട്ടോ ഉപജീവനം കഴിച്ചു പോന്ന നിരക്ഷര കുട്ടികൾ ഭൂരിപക്ഷം. ചുങ്കം പിരിവുകാരും ആട്ടിടയന്മാരും തൊഴിലാളികളുമായി അതിസാധാരണ മനുഷ്യർ. യേശുവെന്ന വ്യക്തിയും ഇഹലോകത്തിൽ പിറവി കൊണ്ടത് ഒരതിസാധാരണ കുടുംബത്തിൽ. അങ്ങനെയുള്ള യേശുക്രിസ്തുവിന് അനുഗാമികൾ വർദ്ധിക്കാൻ കാരണം ആ പ്രസംഗത്തിന്റെ മനോഹാരിത മാത്രമായിരുന്നില്ല. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ, അടയാള പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ ആളുകളെ ആകർഷിച്ചു. ആ യോഗത്തിൽ കൂടി വരുന്ന ആളുകളുടെ എണ്ണം 10,000-കണക്കിനായിരുന്നു. പാട്ടുകാരില്ലാത്ത, ഉച്ചഭാഷണിയില്ലാത്ത, ഫ്ലക്സ് വെച്ചിട്ടില്ലാത്ത ആ യോഗങ്ങളിൽ വന്ന് സംബന്ധിക്കുന്ന ആളുകൾ 10,000-കണക്കിന്. ഈ ആളുകളോട് പ്രസംഗിച്ചു. അവർ ആവശ്യകതകളിൽ ഇടപഴകി. അധികാരത്തിൻ്റെ ഗർവിനെതിരെ പോരാടി. ഹെരോദാവിനെതിരെ, മതപ്രമാണിമാർക്കെതിരെ, പൗരോഹിത്യത്തിൻ്റെ തെറ്റായ ആചാര ദുരാചാരങ്ങൾക്കെതിരെ വാക്കുകൊണ്ട് പടവരുതി ആയുധമെടുത്തില്ല. അതുവരെ കണ്ട എല്ലാത്തരം വിപ്ലവ വഴികളും വിട്ട് പോരാട്ടം നിലനിർത്തുമ്പോൾ തന്നെ ഒരു മനുഷ്യനും ശത്രുവല്ല എന്ന് പഠിപ്പിച്ചു. ശത്രുസ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു. ആയുധം കൊണ്ടുള്ള പ്രയോഗത്തിന്റെ അർത്ഥരാഹിത്യം പഠിപ്പിച്ചു. ചൊരച്ചൊരിച്ചിലിന്റെ അപകടം പഠിപ്പിച്ചു. ആത്മാവിനെ പറ്റി പഠിപ്പിച്ചു. മനസാക്ഷിയെപ്പറ്റി പഠിപ്പിച്ചു. ദാരിദ്ര്യത്തെപ്പറ്റി, ദുഃഖത്തെപ്പറ്റി പഠിപ്പിച്ചു. അതിൻ്റെ ശക്തിയെപ്പറ്റി പഠിപ്പിച്ചു. പങ്കിടലിനെ പറ്റി പഠിപ്പിച്ചു. സ്നേഹിക്കേണ്ടതിനെപ്പറ്റി പഠിപ്പിച്ചു. മനുഷ്യത്വത്തെപ്പറ്റി പഠിപ്പിച്ചു. ഈ പഠിപ്പിക്കലിൽ ആകൃഷ്ടരായി നിരവധി പേർ വന്നു. എന്നാൽ ഒരു നിർണായക ഘട്ടം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അതെന്താ? യേശുവെന്ന ഉലകരക്ഷകന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി വച്ചതിന് പ്രകാരമുള്ള മരണത്തിന്റെ സമയമെത്തി. പ്രിയപ്പെട്ടവരെ, മാന്യമായി ജീവിച്ചും ജനങ്ങളെ ഉപദേശിച്ചും പോന്നൊരു മനുഷ്യന് മരണം സംഭവിച്ചപ്പോൾ ആ മരണത്തോട് സഹതാപം തോന്നി. യേശുവിനെ ദൈവമാക്കുകയല്ല ക്രൈസ്തവ സഭ നിർവഹിച്ചതെന്ന് മനസ്സിലാക്കിയിരിക്കണം. യേശു ജനിക്കുന്നതിൻ്റെ 7 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇന്ന് യേശുവിനെ നിരസിക്കുന്ന യഹൂദ ജനവിഭാഗങ്ങൾക്കിടയിൽ അന്ന് ജീവിച്ചിരുന്ന ശക്തരായ പ്രവാചക ശ്രേഷ്ഠന്മാർ
യേശുവിന്റെ ജനനവും മരണവും മരണവിധവും അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും കൃത്യമായി പ്രവചിച്ചിട്ട് ഉള്ളടക്കം മനസ്സിലാകാത്ത ജനതയെ നോക്കി ചോദിച്ചു, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ കരം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദ്യനായി തീർന്നു. ക്രൂശിൽ യേശു കിടക്കുന്ന രംഗം കണ്ടിട്ട് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുവിന്റെ മരണവിധം പ്രഖ്യാപിച്ചിട്ട് പറയുക, കടന്നു പോകുന്നവർ അനാദരിക്കത്തക്ക വിധം ഇതാ ഒരുവനെ പെരുവഴി ഓരത്തിട്ടിരിക്കുന്നു, ആക്ഷേപഹാസ്യങ്ങൾ ചൊരിഞ്ഞ് വേദനിപ്പിച്ചൊരുവനെ കിട്ടിയിരിക്കുന്നു. പ്രിയരെ, 5 തരം മനുഷ്യർ ജീവിച്ചിരുന്നു റോമിൽ. അതിൽ പ്രബലമായി 3 സമൂഹങ്ങൾ. ആ 3 സമൂഹങ്ങളിൽ അടിമകളെന്ന് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സനത്തിന് മാത്രം കൊടുക്കുന്ന ശിക്ഷയായിരുന്നു ക്രൂശ് മരണം. അടിമകൾക്ക് ശിക്ഷ കൊടുക്കാൻ കാരണം എണ്ണത്തിൽ വലിയവരെങ്കിലും ഈ ആളുകൾ വിദ്യാസമ്പന്നരല്ല, കന്നുകാലികളെ പോലെ പരിഗണിച്ചിരിക്കുന്നത്. അറിവും വിദ്യയും അപ്രസക്തമായിരുന്നത് കൊണ്ട് അജ്ഞതയും അധർമ്മവും അവരുടെ ഇടയിൽ തലപൊക്കിയിട്ട് തരം കിട്ടുമ്പോഴൊക്കെ റോമിലെ തങ്ങളുടെ യജമാനന്മാരെ ഒളിപ്പോരുകളാൽ കൊന്നു. ഇവർ സ്ത്രീകളെ വഷളാക്കി, അവരെ കുട്ടികളെ കൊന്നുകളഞ്ഞു, ആടുമാടുകളെ കൊള്ളയടിച്ചു. ചുരുക്കത്തിൽ അടിമകൾക്കിടയിൽ റോമിൽ രൂപപ്പെട്ടു വന്ന ഇത്തരം പ്രവണതകൾക്കിടയിൽ യജമാനന്മാർ ഭയന്നു, അടിമകൾ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് അടിമകളുടെ ഏതെങ്കിലും സംഘടനകൾ അവർ കൂടി വരുന്ന സ്ഥലങ്ങൾ കണ്ടാൽ അവരുടെ നേതാവിനെ പിടിച്ചുകൊണ്ടുവന്ന് കുറ്റം ചുമത്തി, നീ കൊള്ളക്കാരനാണെന്നും നീ രാജ്യദ്രോഹിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വഴിയോരത്ത് ക്രൂശിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഹീനവും നിന്ദ്യവുമായ ആ കുറ്റകൃത്യം കൂടി ക്രൂശിൽ എഴുതി വെച്ചിട്ട് ദേശീയപാതകളുടെ അരികിൽ ഇങ്ങനെ ക്രൂശിച്ചിടുന്ന പതിവുണ്ടായിരുന്നു. ക്രൂശിച്ചവന്റെ ശരീരം കത്തിക്കില്ല, ക്രൂശിച്ചവന്റെ ശരീരം വെള്ളത്തിൽ ഒഴുക്കില്ല, ക്രൂശിച്ചവന്റെ ശരീരം മണ്ണിൽ കുഴിച്ചിടില്ല. അതിങ്ങനെ ആളുകൾ കാണെ വഴിയോരത്തിങ്ങനെ ആണിയടിച്ച് തൂക്കും. ഭീകരവും കിരാതവുമായ മ്ലേച്ഛമായ ശിക്ഷ. ഈ ശിക്ഷ യേശുവിന് വിധിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടില്ല. ശിക്ഷിക്കാൻ ഒരുമ്പെട്ട് വരുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് കൈനീട്ടി കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ഞങ്ങൾ ആവേശപൂർവ്വ സ്വരം പ്രസംഗിക്കാറുണ്ട്. ഗെത്സമന എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, കണ്ണീരൊഴുക്കി. കണ്ണീരോടെ വേദനയോടെ പിടയുന്ന യേശുവിനെ കണ്ട് ശിഷ്യഗണങ്ങൾ പോലും അമ്പരന്നു. എന്തുപറ്റി? ഇതുപോലൊരു രാത്രി ഈ ഗെത്സമന തോട്ടം വളഞ്ഞ് യേശുവിനെ അറസ്റ്റ് ചെയ്ത് വലിച്ചിരച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പടയാളികൾ കയ്യിൽ കുന്തവും പന്തവും എന്തിക്കൊണ്ട് ചങ്ങല ധരിപ്പിച്ച് കോടതിയിലേക്ക് വലിച്ചിഴക്കാൻ പോകുമ്പോൾ നിങ്ങൾ മുമ്പ് കണ്ട കണ്ണീരൊഴുക്കുന്ന വ്യക്തിയെ അല്ല ഇനി കാണാൻ പോകുന്നത്. ധൈര്യശാലിയായി 100 കണക്കിന് പടയാളികൾ ബന്ധിക്കാൻ അടുത്തു വരുമ്പോൾ നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ചങ്കുറപ്പോടെ അവരുടെ മുമ്പിൽ കൈനീട്ടിക്കൊടുത്ത ആ ധൈര്യത്തിന്റെ പേരാ ക്രിസ്തു. പ്രാർത്ഥിച്ചു പ്രാപിച്ച ശക്തിയോടെ അറസ്റ്റ് ചെയ്യാൻ വന്നവരുടെ മുമ്പിൽ തലകുനിക്കാതെ നിന്ന അജയ്യനായ ആ യുഗപ്രഭാവനായ യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രി ഈ പാലക്കാട് ടൗൺ മൈതാനിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, ഈ കോട്ട മൈതാനിൽ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പറയാം, ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവുണ്ടോ? ഇതുപോലെ യോഗ്യനായ ഒരു വ്യക്തിത്വമുണ്ടോ? കാരണം പ്രാർത്ഥന മുറിയിൽ കരഞ്ഞവൻ ജനാവലി ഒത്തുചേർന്ന് ആക്രമിക്കാൻ വരുമ്പോൾ പിന്തിരിഞ്ഞോടിയ ചരിത്രമില്ല. ഈ ധൈര്യത്തിന്റെ ഒരളവ് ഇന്ന് രാത്രി ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ നടുവിലും ഉണ്ടാകട്ടെ. കാലം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഇത്തരം ക്രൂശുമരങ്ങൾ, മുൾക്കിരീടങ്ങൾ, അവഗണനകൾ, കല്ലേറുകൾ. അതിന്റെ നടുവിൽ യേശുവിന് വേണ്ടി ധീരധീരം നിൽക്കാൻ കെൽപ്പുള്ള ഒരു ജനതയുടെ ആവിർഭാവം ഇന്ന് രാത്രി ഇവിടെ രൂപപ്പെട്ടു വരണം. അതിനാണ് ഈ സിനഡ് ഇത്തരം ഒരു സമ്മേളനം വിളിച്ചത്. കരനീട്ടിക്കൊടുത്തു. കൂടെ നിന്നവരൊക്കെ പിരിഞ്ഞു. അന്ന് തകരേണ്ടതായി സംഘടന. താനപ്പം കൊടുത്ത് വളർത്തിയവർ, അക്ഷരം പഠിപ്പിച്ച് വിജയിപ്പിച്ചവർ, ലോകം അവഹേളിക്കപ്പെട്ട് ഒറ്റപ്പെടുത്തി ആർക്കും വേണ്ടാത്ത നിരക്ഷര കുട്ടികളെ
വിലയും നിലയും കൊടുത്ത് ആദരിച്ച് കൂടക്കൂട്ടി. പക്ഷെ അറസ്റ്റ് വരിച്ചവനൊപ്പം നിൽക്കാൻ ആളുകൾ അധികമില്ല. ഓരോരുത്തർ പിന്തിരിഞ്ഞു പോയി. ഈ പ്രസ്ഥാനം ഇവിടെ തോറ്റു തുന്നമ്പാടും എന്ന് പ്രതീക്ഷിച്ചവരുടെ നടുവിൽ കഷ്ടിച്ചൊരു 50 ദിവസം മതിയായിരുന്നു. ഒരു കഴുകൻ ചാരത്തിൽ നിന്നവണ്ണം ചിറകടിച്ച് പറക്കും പോലെ ഈ മഹാപ്രസ്ഥാനം 50 ദിവസങ്ങളുടെ ഇടവേളയ്ക്കപ്പുറത്ത് ഉജ്ജ്വലമായൊരു പ്രാർത്ഥനാനുഭവത്തിൽ വീണ്ടും രൂപപ്പെട്ടു വന്നു. ആ സമൂഹത്തിന്റെ പേരാണ് പെന്തക്കോസ്ത്. ആ രംഗം നിങ്ങളൊന്ന് ഓർക്കണം. ആ സ്ഥിതിവിശേഷം നിങ്ങളൊന്ന് ഓർക്കണം. ആ അവസ്ഥാവിശേഷം ഓർക്കണം. അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒറ്റ നേതാവേ ഉള്ളൂ. ആ നേതാവിന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഏവർക്കും നടുവിൽ സധൈര്യം പറഞ്ഞുകൊള്ളണം. മറ്റൊരുത്തലിലും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല, മറ്റെങ്ങനെയും രക്ഷയില്ല. ഉലകത്തിന് രക്ഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം, നസ്രായനായ യേശുക്രിസ്തുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ബഹുമാനരെ, വലിച്ചിഴച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആരുമില്ല. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, അപ്പം കൊടുത്തപ്പോൾ ഭക്ഷിക്കാൻ പുരുഷന്മാരുടെ എണ്ണം 5000, കടലിൻ മീതെ നടന്നപ്പോൾ യേശുവിനെ കാണാൻ 1000ങ്ങൾ, കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു ഒരു ശക്തിപ്രകടനം പോലെ ജെറുസലേമിലേക്ക് വരുമ്പോൾ ഹോസന്ന മുഴക്കാൻ ആളുകൾ 1000ങ്ങൾ. നിങ്ങളിവിടെ എന്ത് കാണാൻ വന്നു? ഈ ക്രൂശിക്കപ്പെട്ടവൻ്റെ കൂടെ ക്രൂശുമെടുത്തുകൊണ്ട് നടക്കാൻ ഒരാളെങ്കിലും ഉണ്ടോ എന്ന് കാണാനാ ഈ യോഗം അവിടെ വച്ചിരിക്കുന്നത്. എനിക്ക് ക്രൂശ് ചുമക്കണം, യേശുവിനെ അനുധാവനം ചെയ്യണം, യേശുവിൻ്റെ പിന്നാലെ പോകണം. ക്രൂസിന് 2 ഭാഗമുണ്ട്. കുത്തനെ നിർത്തിയിട്ടുള്ള ഒരു സ്റ്റെമ്മ്, അതിൻ്റെ പേര് സിംപ്ലക്സ് എന്നാണ്. ക്രൂസിന് രണ്ടാമതൊരു ഭാഗമുണ്ട്, വിലങ്ങനെയുള്ളൊരു മരത്തടി. അതിന് റോമൻ ഭാഷയിൽ പാറ്റീബുലം എന്ന് പേര് പറയും. ഈ കുരിശ് അപ്പാടെ തോളിൽ എഴുതി പോകുന്ന പണിയൊന്നുമില്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച ചിത്രങ്ങളൊക്കെ ഈ വിലങ്ങൻ തടി തോളോട് ചേർത്ത് വെച്ച് കെട്ടും. ആ നാട്ടിൽ ഒരു ചിന്തയുണ്ട്, ക്രൂശിക്കാൻ വിധി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്രൂശിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരുവൻ കൈ തൊട്ടാൽ ആ വീട്ടിൽ ശാപം വരും. അതുകൊണ്ട് ക്രൂശിക്കാൻ ഉത്തരവിട്ടവൻ്റെ പിന്നാലെ ആള് കൂടുമ്പോഴൊക്കെ അശുദ്ധി കണ്ട ഒരു ബോധ്യത്തോടെ മാറി മാറി നിൽക്കും. തൊടല്ലേ, ശാപം ശാപം ശാപം. കാരണം നിന്റെ കുലത്തിലും ഇതുപോലെ ക്രൂശ് ചുമക്കേണ്ട സ്ഥിതി വരും. ഹീനമാണ് ഈ മരണം. കാരണം വഴിയോരത്ത് ക്രൂശിച്ചിട്ടാൽ കാക്കകൾ കൊത്തും, കുടൽമാലകൾ കുത്തിത്തുറിച്ച് താഴെ വീഴുന്നത് ഭക്ഷിക്കാൻ കഴുകന്മാർ ഓടി വരും. മാംസഭാഗങ്ങളൊക്കെ കഴുകന്മാർ കൊത്തിവലിക്കും. ഈ ശവശരീരം അവിടെ കിടന്ന് 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 ഉണങ്ങണം. ഇങ്ങനെ മരിക്കുന്നവൻ്റെ ഒപ്പം നിൽക്കാൻ കൂടെ ഇരുന്ന് പഠിച്ചവന് പോലും കഴിയാതിരുന്നപ്പോൾ വഴിയരികിൽ വെച്ച് വീണ ഇവന്റെ മരക്കുരിശ് ചുമക്കാൻ ഒരാളെയെങ്കിലും കിട്ടുമോന്നറിഞ്ഞപ്പോൾ വയലിൽ പണിയെടുത്ത് തിരികെ വരുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഒരു എത്യോപ്യൻ, പേര് ശിമോൻ. അവൻ ഈ മരക്കുരിശ് ശാപം വരുമോ അനുഗ്രഹം വരുമോ എന്നറിയാതെ ചുമലിലേക്ക് എടുത്തു വച്ച ഒറ്റ മാത്രയിൽ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ആ തലമുറയെ പിൽക്കാലത്ത് കാലഘട്ടങ്ങൾക്ക് ഇപ്പുറത്തുനിന്ന് പൗലോസ് വന്ദനം ചെയ്തുകൊണ്ട് പറയാ, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. അത്തരം രൂഫോസിനെ തിരക്കിയ ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. കഷ്ടതയും വേദനയും നെടുവീർപ്പുമുള്ള ഈ ക്രൂശ് ചുമക്കാൻ ധൈര്യമല്ല വേണ്ടതൊരു കൃപ. ഇതിൻ്റെ അർത്ഥം ഈ ക്രൂശ് വേദന തന്നെ തരുമെന്നല്ല, സുഖമുള്ളൊരു സംതൃപ്തിയാ ക്രിസ്തീയ ജീവിതം. കണ്ണീരിന്റെ പുളിപ്പോടെ, ചോരകിറ്റ് വീഴുന്ന നീറ്റലോടെ, ജയോത്സവകരമായി കാൽവറിയിലേക്കുള്ള യാത്രയുടെ പേരാ ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി നിഴലിച്ചു നിൽക്കുന്നത് യേശുവിനെ ക്രൂശെടുത്ത് അനുഗമിക്കാൻ മനസ്സുള്ള ഇത്തരം ശിമോന്മാരുടെ മാർഗത്തിലാണ്. പക്ഷെ ഒരു കാഴ്ച കണ്ടു. 50 ദിവസം, 50ാമത്തെ ദിവസത്തിന്റെ പേരാ പെന്തക്കോസ്ത്. ആ സമ്മേളനത്തിൽ കൂടിയിരുന്ന ജനത്തിൻ്റെ നടുവിൽ യേശു പ്രവചിച്ചതുപോലെ അദൃശ്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ജനം ആ ശക്തി ആസ്വദിച്ചു, ആത്മനിറവിൻ ശക്തി ആസ്വദിച്ചു.
ഇതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു 10 ദിവസം മുമ്പ്, എടുക്കപ്പെടും മുമ്പ്, സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വചനമാണ് നമ്മൾ വായിച്ചത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു. ഈ അധികാരം ശിഷ്യഗണങ്ങളിലേക്ക് വിന്യസിപ്പിച്ചുകൊണ്ട് പറയുക. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം. നിങ്ങൾ പുറപ്പെട്ട് മുഴു ലോകത്തോടും ഈ സുവിശേഷം പറയണം. എല്ലാ അളവിലും ഈ സുവിശേഷം പറയണം. വിശ്വസിക്കുന്നവരെ, those who responded to your message, അവരെ നിങ്ങൾ baptizing them in the holy name of God the Father, God the Son and God the Holy Spirit. അടുത്താണ് അനുഗ്രഹത്തിൻ്റെ വചനം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അടിയേൽക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, സൈന്യശക്തി കൊണ്ട് നശിപ്പിക്കാൻ അടുത്ത് വരുമ്പോൾ, സംഘശക്തി കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒപ്പം നിൽക്കുന്ന ഈ നല്ല ഗുരുവിനെ അനുഗമിക്കാൻ കഴിഞ്ഞ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള വഴികളിൽ ഒരിക്കൽ പോലും കൈവിടാത്ത നിതാന്തമായ ആ തേജസ്സിൻ്റെ പേരാ യേശു ക്രിസ്തു. കണ്ട് ഈ അധികാരത്തോടെയാ ഞാനിന്നിവിടെ വന്നേ. അധികാരം എനിക്ക് ഉയരത്തിൽ നിന്ന് കിട്ടിയതാ, യേശു നിമിത്തം കിട്ടിയതാ. ആ അധികാരം ഉപയോഗിച്ച ഇന്ന് നമ്മളെല്ലാം ഇവിടെ വന്നത് യേശുവിനെ വേഗത്തിൽ ജനതകളുടെ മധ്യത്തിലേക്ക് എത്തിക്കാം. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. പ്രിയരേ, ഇന്ത്യയിൽ അനിവാര്യമായിരിക്കുന്ന ഒരാത്മശക്തിയുടെ ഉണർവിൻ്റെ അലയൊലികൾ ഇരിക്കുന്ന രാത്രി എൻ്റെ കാതുകളിൽ കേൾക്കാം. അതിൻ്റെ നാന്ദിയാണ് ഈ പീഡനവും ഒറ്റപ്പെടലും. നിങ്ങൾ സഭയുടെ ചരിത്രം പഠിക്കണം. 2000 ആണ്ടുകളായി സഭയുടെ ചരിത്രം പഠിക്കണം. 10 റോമൻ ചക്രവർത്തിമാർ, 3 നൂറ്റാണ്ടിലധികം 300 കൊല്ലങ്ങൾ ക്രൈസ്തവ സഭയെ നമ്മെ പീഡിപ്പിച്ച ചില രീതികളുണ്ട്. ഞാനൊരിക്കലൊരു രാജ്യം സന്ദർശിച്ചു. ആ രാജ്യത്തൊരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിൽ ധാരാളം തലയോടുകൾ. ഈ തലയോടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. സകല തലയോടുകളുടെ ഉച്ചിയിലും നീണ്ട കൂർത്ത മൂർച്ചയുള്ള തടി അടിച്ചു കയറ്റിയിരിക്കുന്നതോ കമ്പി അടിച്ചു കയറ്റിയിരിക്കുന്നതായ നിരവധി കാഴ്ചകൾ. ചിലത് പിളർന്നിട്ടുണ്ട്, ചില തടികൾ ദ്രവിച്ചിട്ടുണ്ട്. കുറെ കന്യാസ്ത്രീകൾ അതിൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഗൈഡ് പറഞ്ഞത് കേൾക്കണ്ടേ? കലികുള എന്നറിയപ്പെടുന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അയാളുടെ വിനോദം യുവാക്കളായ ക്രിസ്തുവിൻ്റെ അനുഗാമികളെ കൈപിടിച്ച് പുറകോട്ട് കെട്ടി അവരെ കൊല്ലുന്ന രീതി. ഉച്ചയിൽ ഇത്തരം കൂർത്ത ഇരുമ്പായുധങ്ങൾ അടിച്ചിറക്കി കൊല്ലുന്ന പതിവായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ കൊന്നുകൊല വിളിച്ച രീതിയൊന്നും സമാനതകളില്ലാതെ ചരിത്രത്തിൽ കിടക്കുന്നു. റോമൻ കൊലോസിയം എന്നൊരു സ്ഥലമുണ്ട്. നിറച്ച വെള്ളത്തിനുള്ളിലേക്ക് യേശുവിൻ്റെ അനുഗാമികളെ വലിച്ചെറിയും. വിശക്കുന്ന സിംഹത്തിന്റെ കൂട്ടിലേക്ക് ആളുകളെ വലിച്ചെറിയും. 2 കുതിരകളെ തിരികെ നിർത്തിക്കിട്ട്, മനുഷ്യ ശരീരം 2 കുതിരകളുടെ ശരീരത്തോട് ചേർത്ത് കെട്ടിയിട്ട് കുതിരകളെ 2 വഴി ചോടിച്ചു കൊണ്ടുപോകും. ധനനായ പൗലോസ്ലീഹയിലെ 13-ലധികം ലേഖനങ്ങൾ എഴുതിയത് അദ്ദേഹത്തിന് കിട്ടിയ വധശിക്ഷയുടെ രീതികൾ കണ്ടേ. ഒരു തടിക്കട്ടയിലേക്ക് 2 കാലുകൾ മുകളിലേക്ക് വലിച്ചു കെട്ടി തലകീഴായിട്ടിട്ട് തടിയിറക്കുന്ന വാളുകൊണ്ട് അറുത്ത് 2 തുണ്ടമാക്കി മാറ്റുന്ന ഈർച്ചവാളിന്റെ ശിക്ഷ. യേശുവിന്റെ അനുഗാമികളെ പിൽക്കാലത്ത് തലകീഴായി ക്രൂശിച്ച ചരിത്രമുണ്ട്. പത്രോസ് ഉൾപ്പെടെ. പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ 8 പേരാണ്. ആ 8 പേരിൽ 7 പേർക്കും കിട്ടിയത് ദാരുണമായ മരണശിക്ഷ. ഇതൊന്നും കൊണ്ട് അടിപതറാതെ കഴിഞ്ഞ 2000 ആണ്ടുകൾ ലോകത്തിന്റെ 5 വൻകരകളിലും അതിർദ്രുതം വളർന്ന് അതിശക്തമായി പടർന്നു പന്തലിച്ച ഉജ്ജ്വലമായ മാർഗമാണ് യേശുവിന്റെ അനുഗാമികളതെങ്കിൽ ആ ധൈര്യത്തിന്റെയും ബലത്തിന്റെയും ഒരളവ് ആത്മശക്തിയായി ദൈവകൃപയായി ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിൽ ഒരു പുത്തൻ അഭിഷേകമായി പുത്തൻ നിറവായി വ്യാപരിക്കട്ടെ. ഈ 2025 തീരും മുമ്പ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഇരട്ടികള പോലെ ഇരട്ടിക്കൃപയോടെ
അതിശക്തിയുക്തം യേശുവിനെ പ്രസംഗിക്കാൻ പുത്തൻ നിയോഗമായി തീരട്ടെ. ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമർപ്പണമുണ്ടാകണമെന്ന്. ഒരുവൻ മരിച്ചു വീഴുമ്പോൾ പ്രതിഷേധിച്ച് പിന്നാലെ പോകാനോ, സാങ്കേതികമായ അതിൻ്റെ കാര്യങ്ങൾ വേണ്ടപ്പെട്ടവർ നോക്കട്ടെ. ഞങ്ങൾ ലക്ഷ്യം പകരം 1000 പേർ യേശുവിനെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കും. ഏറുകൊണ്ട് വീണ സ്തെഫാനോസില്ലേ, അവിടെ നിന്ന് രൂപപ്പെട്ടു വന്ന മനോഹരമായ ഒരു മുത്തുരത്നത്തിൻ്റെ പേരാ പൗലുസ്. തോറ്റു തുന്നമ്പാടി എന്ന് ലോകം വിധിയെഴുതിയ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും കരുത്ത് കാട്ടി ഉണരുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. ആ ശക്തിക്ക് കാരണഭൂതനായ യേശു രക്ഷകനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യരാശിയെ ശുദ്ധീകരിക്കുന്നു. ആ പാപത്തിൻ്റെ കറകളെ തീർത്ത് ലക്ഷ്യോന്മുഖമായ ജീവിതം നയിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന യേശു ചൈതന്യം ദൂരത്തിരുന്ന് കേട്ട, അടുത്തു വന്നിരുന്ന് കേട്ട ഈ ശബ്ദം കേട്ട ആർക്കാവശ്യമുണ്ട് അവർക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ദൂരത്തൊരാളെങ്കിലും മറ്റൊന്നുകൂടി ഇവിടെ കേട്ട ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിഷ്ടായുസ് മുഴുവൻ എനിക്ക് യേശുവിനായി പ്രസംഗിക്കണം, യേശുവിനായി പാടണം, യേശുവിനായി നിസ്വാർത്ഥ സേവനം ചെയ്യണം. എനിക്ക് പ്രസംഗിച്ച് പാടി യേശുവിൻ്റെ അതുല്യ നാമത്തെ ആയുസ്സുള്ളിടത്തോളം ഉയർത്തണം. ആർക്കാഗ്രഹമുണ്ട്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, ആത്മനിയോഗമുണ്ടെങ്കിൽ, അല്ല ഞാൻ പ്രസംഗിക്കുന്ന ആളാ, പാടുന്ന ആളാ, പോരാ, ആ പാട്ടിന് ശക്തി വരണം, പ്രസംഗത്തിന് മൂർച്ച വരണം, വാക്കുകൾ കാക്കം വരണം. എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഒരു പുനഃസമർപ്പണം ഈ വർഷം തീരും മുമ്പ് എനിക്ക് എൻ്റെ യേശുവിനായി ജ്വലിച്ചു നിൽക്കാൻ പ്രവചനത്തിന്റെ ആത്മാവിൽ, കൃപാവരത്തിന്റെ ആത്മാവിൽ, ആത്മചൈതന്യത്തിന്റെ ബലത്തിൽ എനിക്കൊന്ന് മുന്നേറണം. എനിക്കായി പ്രാർത്ഥിക്കണം. ആർക്കാഗ്രഹമുണ്ട് അവർക്കും കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ധാരാളം കരമുയർന്നു കാണുന്നു. ആ ഉയർത്തപ്പെട്ട കരങ്ങൾ വീണ്ടും 3 മണിക്കൂർ 4 മണിക്കൂർ കൂടി ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ ഞങ്ങൾക്കുള്ള ആവേശമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. നിരവധി ദൈവവൃത്യന്മാർ ഇന്ന് ഈ വേദിയിലുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആ കരങ്ങൾ ഉയർത്തിയവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാളെ ഒരിക്കൽ ഞങ്ങൾ ഈ മണ്ണിൽ വീണു മരിച്ചാൽ ഈ പുസ്തകം ചുമക്കാൻ കെൽപ്പുള്ള ഒരു ജനതയുടെ ആവിർഭാവം വിശ്വാസത്താൽ ഈ ദേശത്തിന്റെ അധിപതികൾ കണ്ടുകൊള്ളണം. ഈ സുവിശേഷത്തെ, അതിന്റെ വ്യാപനത്തെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് മുമ്പിൽ ആ കരം വീശി ദൈവത്തിന് മഹത്വമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞാട്ടെ: അല്ലയോ യേശുവിന്റെ അനുഗാമികളെ, നിങ്ങൾ ഒറ്റക്കല്ല. യേശുവിന് വേണ്ടി നിലകൊള്ളുന്ന 1000 അല്ലല്ല 10,000 അല്ലല്ല ലക്ഷക്കണക്കിന് കോടാനുകോടി ജനങ്ങൾക്കൊപ്പം ഞങ്ങളും ഇതാ വേണ്ടി വന്നാൽ യേശുവിന് വേണ്ടി മരണം വരിക്കാനും, യേശുവിന് വേണ്ടി ജീവിക്കാനും, പ്രസംഗിക്കാനും, പ്രവർത്തിക്കാനും ഇതാ ആത്മാർപ്പണം ചെയ്യുന്നു. പകലിടത്തോളം അയച്ചവന്റെ വേല ചെയ്ത് കർമ്മനിരതരായി ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കാൻ ദൈവം ഈ വചനം കേട്ട് ഏവർക്കും അനുഗ്രഹം നൽകട്ടെ. ഈ വചനത്തിൽ അനുഗ്രഹങ്ങൾ ഈ ദേശത്തിന് വിടുതലാകട്ടെ. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.